രണ്ട് സംശയങ്ങളുണ്ട്. രണ്ടും ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്. 13-ാം അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകം കർമ്മത്തെ, അതായത് നല്ല കർമാവട്ടെ ഏത് തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. കർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. സംശയമൊന്നും വേണ്ട, അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയാം. അതെങ്ങനെ അറിയണം? ഇലക്ട്രിസിറ്റി ഉപകരണത്തെ സ്വാധീനിക്കാത്തതുപോലെ. ഇലക്ട്രിസിറ്റി കാറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇലക്ട്രിസിറ്റി ചൂടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇലക്ട്രിസിറ്റി തണുപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. ദൃശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് മനസ്സിലായിട്ടുണ്ട് എന്ന്. ആത്മാവിന്റെ ഗതിയെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, വേണ്ട. ആത്മാവിന് ഗതിയില്ല. ആത്മാവിനല്ല ഗതി എന്ന് പറയാം. ആ സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉടൽ തേടി അലയും ആത്മാക്കളോട് എന്ന് കവിതയിൽ നമ്മൾ വായിക്കും. പക്ഷെ ആത്മാവ് അങ്ങനെ ഓടുന്നില്ല എന്ന് പറയാം. ചെറിയൊരു സംശയമുണ്ട്, അത് തീരാനുണ്ട്. ഏതായാലും എഴുതിയത് നന്നായി. പുനർജന്മത്തെയും അതെങ്ങനെ ബാധിക്കും? പുനർജന്മം വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്നുകൂടെ പറയാം. ഈ ജന്മത്തെ കർമ്മഫലത്തെ ആശ്രയിച്ചായിരിക്കും അടുത്ത ജന്മം. അതായത് ആത്മാവിന് ജനിമൃതികളില്ല എന്നുള്ളത് ഒരു സത്യം. അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണത്. ആത്മാവിന് ജനനവുമില്ല, ആത്മാവിന് മരണവുമില്ല. ഭഗവാൻ 2-ാം അധ്യായത്തിൽ ഈ സത്യം വളരെ ഭംഗിയായിട്ട് പറയും. ജനനം എന്തിനാണ്? ശരീരത്തിനാണ്. ശരീരം ജനിക്കുന്നു, മരിക്കുന്നു. അപ്പം പുനർജന്മം എന്ന് പറയുന്നതോ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പുനർജന്മം എന്ന് പറയുമ്പം ഇപ്പം നമുക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇത് കർമ്മത്തിന്റെ ഫലമാണ്. അപ്പൊ ഈ കർമ്മഫലമായിട്ടുള്ള ഈ ശരീരത്തിൽ നാം കർമ്മം ചെയ്യുന്നു. ലോകത്തിൽ ഈ കർമ്മങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവും. ഈ കർമ്മഫലത്തോട് നാം പ്രതികരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. ഇതാണല്ലോ ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങളാണ് നമ്മുടെ ഉള്ളില് വാസനകളെ സൃഷ്ടിക്കുന്നത്. വാസന അത് ഉള്ളിൽ പാടുകൾ വീഴ്ത്തുന്നു. ഇതിനെയാണ് പുരാണത്തിൽ ചിത്രഗുപ്തൻ ഡയറി എഴുതുക എന്ന് പറയുന്നത്. രഹസ്യരൂപത്തിൽ, ഉള്ളിൽ രഹസ്യരൂപത്തിൽ എഴുതി വയ്ക്കുന്നു. ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ, ചിത്രം എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. അന്ധകരണത്തിൽ വീഴ്ത്തുന്ന പാടുകൾ, അതാണ് വാസന. മനസ്സിലായല്ലോ? ഈ വാസനയെ ആചാര്യന്മാര് ശരീരം കൊണ്ട്, ഈ പ്രാരബ്ധമാണത്രേ ഈ ശരീരം എടുക്കാൻ തന്നെ കാരണമായിട്ടുള്ള കർമ്മം. പ്രാരബ്ധ കർമ്മം. പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധം. നല്ലവണ്ണം ആരംഭിച്ചത്. അപ്പൊ ഇതൊരു വലിയ യാത്രയാണ്. ഇപ്പൊ പിറകിലേക്കൊന്നും പോയിട്ട് ഇപ്പൊ നമുക്ക് വലിയ പിടി ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിലും വിട്ടേക്കൂ. ഇപ്പൊ ഉണ്ടല്ലോ ഞാൻ. അപ്പൊ ഇപ്പൊ ഞാൻ പ്രപഞ്ചത്തിൽ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നു, അതിനോട് ഇങ്ങനെ പ്രതികരിക്കുന്നു. അപ്പൊ ചില കർമ്മങ്ങളൊക്കെ നമുക്ക് എത്ര ചെയ്തിട്ടും മതിയാകുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്താണത്രേ? 3 കർമ്മഫലങ്ങളെ ആചാര്യന്മാര് ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. അതിൽ ആദ്യത്തെ കർമ്മത്തെ പ്രാരബ്ധ കർമ്മമെന്നും, രണ്ടാമത് ആഗാമി എന്നും, മൂന്നാമത് സഞ്ചിതമെന്നും. ഇങ്ങനെ പ്രാരബ്ധം, ആഗാമി, സഞ്ചിതം, 3 കർമ്മങ്ങൾ. അപ്പൊ പ്രാരബ്ധമാണ് ശരീരത്തിന് ഹേതുവായിട്ടുള്ളത്. ഈ ഹേതുവായ ശരീരം കൊണ്ട് നാം വീണ്ടും കർമ്മങ്ങളെ സഞ്ചയിക്കുന്നു. കർമ്മഫലത്തെ സഞ്ചയിക്കുമ്പം അത് ആഗാമി എന്ന് പറയുന്നത് വന്നു ചേരുന്നത്. ഈ വന്നു ചേരുന്നത് സഞ്ചയിക്കുന്നു. ഈ സഞ്ചിത കർമ്മമാണ് വീണ്ടും ജന്മത്തിന് ഹേതുവാകുന്നത്. അപ്പൊ ഈ ചക്രം കർമ്മം, കർമ്മഫലം, പ്രതികരണം, വാസന, പിന്നെ ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം, കർമ്മം, കർമ്മഫലം, ഈ ചക്രം ഇങ്ങനെ ഇത് ആത്മാവിൻ്റെതല്ല എന്ന് പറയും. ഇത്
ഇത് ശരീരത്തിന്റെ. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന്, അത് നമ്മൾ ഒന്നുകൂടെ ഇനി മനസ്സിലാവാത്തവർ ഒന്നുകൂടെ അത് മനസ്സിലാക്കാം നമുക്ക്. ഈ അസി പ്രകരണത്തിൽ അതാണ് അതിന്റെ വരുന്നത്. സ്വാമി അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഇന്ന് ഈ ചോദ്യം കിട്ടിയിട്ടില്ലെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ നിന്നത് തന്നെയാണ്. ഇരിക്കട്ടെ, അത് കുറച്ചും കൂടെ നന്നായി. ഈ ജന്മത്തെ കർമ്മഫലത്തെ ആശ്രയിച്ചായിരിക്കും അടുത്ത ജന്മത്തെ ജീവിതം. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ജീവിത അടുത്ത ജന്മത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അർജുനൻ സംശയം ചോദിച്ചു. ഭഗവാൻ ഈ ജന്മത്തിൽ ഇത് പൂർത്തീകരിക്കാൻ, പൂർണ്ണതയെ കൈവരിക്കാതെ ഇവിടുന്ന് വിട്ടുപോവുകയാണെങ്കിൽ എന്തു ചെയ്യും എന്ന്. അതിന് ഭഗവാൻ കൊടുത്ത ഉത്തരം തത് സംസ്കാരത്തെ വീണ്ടും ജനിപ്പിക്കുന്നതിനായിട്ട് ഉതകുന്ന ഇടങ്ങളിൽ യോഗിനാം കുലേ ഏവ ഭവതി എന്നുവരെ പറഞ്ഞു. ശ്രേഷ്ഠന്മാരായിട്ടുള്ള യോഗികളുടെ വീട്ടില്, അങ്ങേയറ്റത്തെ സംസ്കാരചിത്തരായിട്ടുള്ള ആളുകളുടെ വീട്ടില്, അങ്ങനെയുള്ള ആളുകളുടെ മക്കളായിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഭവിക്കും എന്നും പറഞ്ഞു. അപ്പൊ അതവിടെ ക്ലിയർ ആയിക്കൊള്ളുക. അതായത് തുടങ്ങി വെച്ചാൽ അതിന്റെ പ്രത്യവായ ദോഷം ഇത്യാദി ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ശരി, പിന്നെ പറയുന്നു, ആദ്യ പാഠങ്ങൾ എടുത്തപ്പോൾ നമ്മൾ ആത്മാവാണെന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. 2-ാം അധ്യായത്തെ കുറിച്ചായിരിക്കാം. സംശയം വേണ്ട, നമ്മൾ ആത്മാവ് തന്നെയാണ്. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ വന്ന ഞാൻ ഇപ്പോൾ പതറി നിൽക്കുകയാണ്. പതറണ്ട, ഒട്ടും പതറണ്ട. ദയവായി സ്വാമിജി ഇതൊന്ന് വിശദീകരിക്കണം. അതെ, അതാണ് വിശദീകരിക്കുന്നത്. ഇനിയും വിശദീകരിക്കാം. വേറൊരു ചോദ്യം ഇത് തന്നെയാണ്. ആത്മാവിനെ കർമ്മഫലങ്ങളൊന്നും ബാധിക്കില്ല എങ്കിൽ ആത്മഹത്യ ചെയ്ത ആൾക്കും ഇത് ബാധകമാകില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ ഈ എഴുതിയാക്കില്ലല്ലോ. ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ ഹത്യയല്ല. ആത്മൻ ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം. അപ്പൊ ശരീരത്തിന്റെ ഹത്യയാണ് ആത്മഹത്യ. ആത്മാവിന് ഹത്യയില്ല. ശരി, അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആദ്യം ശരീരത്തെക്കുറിച്ച് ബോധവാനാവാൻ പറഞ്ഞു. അത് നമ്മൾ ആയോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം എന്താണ്? ശരീരത്തെക്കുറിച്ച്. എന്താണ് ശരീരം എന്ന് ഭഗവാൻ പറഞ്ഞു, ഇല്ലേ? എന്താണ് ശരീരം? ശരീരത്തെക്കുറിച്ച് ഗീത പറഞ്ഞതും സമാനമായിട്ടുള്ള കൃതികളെ അവലംബമാക്കിക്കൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് സ്വാമി ചിലതൊക്കെ പറഞ്ഞു. ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയെ ഉദ്ധരിച്ചും മറ്റും. അപ്പൊ ശരീരത്തിന്റെ ഭഗവാൻ പറഞ്ഞു, ശരീരം എന്തൊക്കെ കൊണ്ട് നിർമ്മിതമാണ്? പഞ്ചമഹാഭൂതങ്ങള്, അല്ലേ? 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെ പ്രാണന്മാരുണ്ട്, 5 പ്രാണന്മാരുണ്ട്, വീണ്ടും 5 ഉപപ്രാണന്മാരുണ്ട്, മനസ്സുണ്ട്. ഇങ്ങനെ കുറെ 10-24 തത്വങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. മനസ്സിലായല്ലോ അത്? അപ്പൊ ശരീരത്തിനെ കുറിച്ച് ആദ്യം ഒരു അവബോധം. ഇത് 1-ാമത്തെ പടി. 2-ാമത്തെ പടി മനസ്സിനെ കുറിച്ച്. ഇതാണ് ധ്യാനം. ഇവിടെ അസി എന്നുള്ളത് സംഭവിക്കാൻ പോവുകയാണ്. അസി എന്നാണ് ഈ ഷഡ്കത്തിന്റെ ചേർച്ച. അപ്പൊ ചേരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ മനസ്സിനെ കുറിച്ച് പറഞ്ഞു. മനസ്സിൽ എന്തൊക്കെയുണ്ട്? വികാര വിചാരങ്ങൾ, ഒന്നിനു പിറകെ ഒന്നൊന്നായി ഉദിച്ചുയരുന്ന ബുദ്ധി സങ്കല്പങ്ങളെയാണ് മനസ്സെന്ന് പറയുന്നത്. സങ്കല്പങ്ങളെ. ഈ മനസ്സാണ് ബുദ്ധിയാവുന്നത്. ഇതൊക്കെ പഠനത്തിന് വേണ്ടി സൗകര്യത്തിൽ പറയും. ചഞ്ചലാത്മിക മനഃ. മനസ്സിന്റെ നിർവചനം അതാണ്. ചലിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സങ്കല്പങ്ങൾ. അതാണ് മനസ്സ്. അതറിഞ്ഞുവോ, അത് നിരീക്ഷിച്ചുവോ? സ്വാമി സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ ഇവിടെയും പോകുന്ന ഒരു മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ. ചിന്തകളെ ഇപ്പൊ നമ്മൾ നിരീക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കാടിനെ ഉദാഹരണമായിട്ട് കണ്ടു. മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സില്ല, എന്നാൽ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആൾക്കൂട്ടത്തിന്റെ പ്രതീതിയാണ് മനസ്സിന് എന്ന് പറഞ്ഞു. അപ്പൊ ശരീരത്തെക്കുറിച്ച് കഴിഞ്ഞ അടുത്ത പാഠം മനസ്സാണ്. 2-ാം പാഠം മനസ്സ്. ഇനി ഇത് പറയില്ല ഇതൊന്നും. അപ്പൊ കാട്ടിൽ പോയാൽ കാട് കാണുമോ?
ഇല്ല. പിന്നെ കാണുന്നത് എന്താണ്? വൃക്ഷങ്ങൾ. അപ്പൊ വൃക്ഷങ്ങൾ കൂടിച്ചേരുമ്പം എന്താവുന്നു? കാടാവുന്നു. ഇതുപോലെ ചിന്തകളുടെ കൂട്ടമാണ് മനസ്സ്. ചിന്തകളെ ഇഴപിരിക്കുക, ചിന്തകളെ വിശകലനം ചെയ്യാം. ബോധം പ്രതി ഉദിച്ചുയരുന്ന ഓരോ ബുദ്ധിസങ്കല്പങ്ങളെയും വിശകലനം ചെയ്യലാണ് മനസ്സിന്റെ അവബോധം എന്ന് പറയുന്നത്. ഇത് ധ്യാന പ്രക്രിയ. ഇത് അകത്തേക്ക് നോക്കി ചെയ്യേണ്ട പണിയാണ്. പുറത്തിരുന്നാൻ പറ്റില്ല. സ്വാമിക്ക് സൂചന തരാനേ പറ്റുള്ളൂ. നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ കുഴിക്കണം. രാമകൃഷ്ണദേവൻ എപ്പോഴും പറയാറുള്ള, രാമകൃഷ്ണദേവന് മുൻപുള്ള കഥയാണ്. എന്താ, ഒരാള് വെള്ളം കിട്ടാൻ വേണ്ടി കുഴിക്കണമെന്നാ. അദ്ദേഹം ഒരുപാട് കുഴികൾ എടുക്കുന്നു. വളരെ പ്രസിദ്ധമാണല്ലോ അല്ലേ? നമ്മൾ കുട്ടികളോടൊക്കെ പറയും, ഒരു സ്ഥലത്ത് കുഴിക്കാൻ പറയും. പലയിടത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടുമോ? പ്രയത്നം വെറുതെ നമ്മൾ അധ്വാനിക്കുന്നു എന്നേ ഉള്ളൂ. കുറച്ച് കുഴിച്ചു, പിന്നെ അടുത്തടുത്ത് കുഴിച്ചു, പിന്നെ അടുത്തടുത്ത് കുഴിച്ചു, പിന്നെ അടുത്തടുത്ത് കുഴിച്ചു. മനസ്സിനെ അറിയാൻ നല്ല കുഴി നന്നായി കുഴിക്കണം. ചിലർക്ക് കുഴി വളരെ എളുപ്പത്തിൽ സാധ്യമാവും. അത് നനഞ്ഞ മണ്ണായിരിക്കും. ചില മണ്ണുണ്ടല്ലോ, ചില പാറകളൊക്കെ പൊട്ടിക്കേണ്ടി വരും. പക്ഷെ കുറച്ച് കഠിനമാണ്. അപ്പൊ സ്വാമി, മണ്ണ് നനഞ്ഞ മണ്ണാവാൻ എന്താ പണി? അതിപ്പം എന്താ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണ സംസ്കാരമൊക്കെ തന്നെ. പിന്നെ ഓരോരുത്തരുടെ തലങ്ങൾ വേറെയാണ്. നിങ്ങളൊക്കെ ഏതൊക്കെ തലത്തിൽ നിന്നിട്ടാണ് ഗീത കേൾക്കുന്നതെന്ന് സ്വാമിക്ക് അറിയില്ല. ഓരോരുത്തർക്ക് ഇപ്പൊ സ്വാമിയുടെ വിശദീകരണം തന്നെ ചിലപ്പം ചിലരെ സംബന്ധിച്ച് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഇല്ലേ? വിസ്തരിക്കേണ്ട കാര്യം തന്നെ വരില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പിടികിട്ടും. ചിലർക്കോ അത് ഇത്രയൊക്കെ കഴിഞ്ഞാലും പിടികിട്ടില്ല എന്ന് പറയാം. ഓരോരുത്തരും ഓരോ തലത്തിൽ നിന്ന് അതിനെ സ്വീകരിക്കുന്നു. അതൊക്കെ നമ്മുടെ ശ്രവണ കൊണ്ട് നേടിയിട്ടുള്ള നമ്മുടെ സംസ്കാരം. അപ്പൊ ആ സംസ്കാരം കിണർ കുഴിക്കാൻ സഹായിക്കും. എങ്ങനെയുള്ള കുഴി? നനഞ്ഞ മണ്ണിൽ പെട്ടെന്ന് ആഴ്ത്തി ഇറക്കാം. ഉറച്ചതാണെങ്കിൽ കുറച്ച് പ്രയത്നമുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചോളാം. പാറയാണെങ്കിലും പൊട്ടിക്കുക, വെള്ളം കിട്ടും എന്ന് പറയാം. ഇത് കുറച്ച് ഇവിടെ വന്നിരുന്നു, ഗീതയൊന്നും ശരിയാവില്ല, ഇനി ഒരു കാര്യം ചെയ്യാം, വേറെ അത് നോക്കാം, ഇത് നോക്കാം, അങ്ങനെ ഓടി നടന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. ഇത് ശാസ്ത്രമാണ്. ഇത് ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സാക്ഷാൽ നാരായണൻ ഉപദേശിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ഇതിലൊരു ശ്രദ്ധ വേണം എന്ന് പറയാം. നിങ്ങൾ പുതിയ മെക്കാനിസം ഒക്കെ കണ്ടിട്ട് അതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയാൽ നിങ്ങളുടെ ധ്യാനം തന്നെ ശരിയാവില്ല. കാരണം ഒരു ചുവന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ ധ്യാനം, അതും ധ്യാനമായിട്ട് ഒരു ബന്ധവുമില്ല. പുറത്ത് കാണുന്ന ലൈറ്റൊന്നുമായിട്ട് അകത്തൊരു ജ്യോതിയുണ്ട്, അന്തജ്യോതി. അത് തന്നെയാണ് ബഹിജ്യോതി, പുറത്തുള്ളത്. ഇത് രണ്ടിന്റെയും സമന്വയം ആവശ്യമാണ്. അതിനെന്ത് വേണം? മനസ്സിനെ അറിയാനൊരു ശ്രമം നടത്തുക. രണ്ടാമത്തെ പാഠം മനസ്സ്. ഈ മനസ്സ് എങ്ങനെയാണ്? മനസ്സ് ഒന്നുകൂടെ സൂക്ഷ്മഭാവം പ്രാപിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള അതിന്റെ സമ്പർക്കം. ഈ ഇന്ദ്രിയ സമ്പർക്കങ്ങളിലാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അനുഭവിക്കണമെങ്കിൽ മനസ്സ് വേണം. ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു, ഇല്ലേ? മനസ്സിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തനങ്ങളല്ല. ഇപ്പൊ തന്നെ മനസ്സ് ഇവിടെ അല്ല എങ്കിൽ സ്വാമി പറയുന്നതും സ്വാമിയെ കാണുക പോലും ഇല്ല, ഇല്ലേ? സ്വാമിയെ കേൾക്കുമില്ല. ശബ്ദങ്ങളൊക്കെ കർണപുടത്തിൽ വന്ന് തട്ടുന്നുണ്ട്, തിരിച്ചു പോകുന്നുമുണ്ട്. അതിന് നമ്മൾ പറയും ഇതിലേ കേട്ട് ഇതിലെ വിടുക എന്ന് പറയാം. അങ്ങനെ ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ കൂടിയിട്ട്. അപ്പൊ രണ്ടാം പാഠം മനസ്സ്. മനസ്സിനെ ആഴത്തിൽ അറിയേണ്ടതുണ്ട്. അതിന്റെ പല 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 ഉദാഹരണങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞു. മനസ്സ് എന്ന് പറഞ്ഞാൽ കൊളുത്തി വയ്ക്കുന്നതാണ്, അല്ലേ? ഒരു അരമിനിറ്റ് കൊണ്ട് അവൻ നമുക്കനുസരിച്ചുള്ള സ്വപ്നത്തെ നെയ്യും. അലാം എന്താക്കും? അമ്പലത്തിലെ മണിയാക്കും, അല്ലേ? ഷൂവിന്റെ കഥ ഓർമ്മയുണ്ടല്ലോ, മിലിറ്ററി ഷൂ കാത്തിരുന്നത്. അത് മനസ്സാണ്. നമ്മളെ ഒരാള് ഈ TDM ഹാളിൽ ദിവസവും ശ്രദ്ധിക്കുന്നുവെങ്കിൽ 4 ദിവസം അടുപ്പിച്ച് ശ്രദ്ധിച്ചു, 5ാമത്തെ ദിവസം നമ്മൾ അയാളെ ശ്രദ്ധിക്കും. അയാളെ കാണുന്നില്ലെങ്കിൽ ആരാണത്? മനസ്സാണ്. ഇങ്ങനെ മനസ്സിന് പല തലങ്ങളുണ്ട്, അറിയാം. മനസ്സ് ഗംഭീരം കളി കളിക്കുന്ന ഒരാളാണ്. നല്ല നല്ല കുപ്പായങ്ങൾ തുന്നിയിടാൻ അവന് നന്നായിട്ട് അറിയാം. അതിനെയാണ് നമ്മൾ 1ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള എന്നതിന് വ്യാസൻ പ്രയോഗിച്ചത് കപിധ്വജൻ എന്നാണ്.
കവിദ്വജനായ അർജുനനെ കണ്ട സമയത്ത് മനസ്സിന്റെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓർക്കുക, മനസ്സ് കൊരങ്ങൻ കൊടിയടയാളെന്ന് പറഞ്ഞാല് ഇളകുന്ന ചഞ്ചല മനസ്കനായിട്ടുള്ള അർജുനൻ. ഇതാണ് ഹനുമാനെ സംബന്ധിച്ച് നിശ്ചയദാർഢ്യമുള്ളവനാണ്. ഒരിക്കലും ഹനുമാൻ കൊടിയടയാളമായിരുന്നുവെങ്കിൽ അർജുനന് പ്രശ്നം ഉണ്ടാവില്ലേ? സ്വാമി ഒരു തർക്കത്തിന് വേണ്ടി പറയല്ല, അറിവിലേക്ക് പറയുന്നതാണ്. കവിദ്വജൻ എന്ന് തന്നെയാണ് പ്രയോഗിച്ചത് വ്യാസൻ. അപ്പൊ അവിടെ മനസ്സിന്റെ തലങ്ങളൊക്കെ ഏറെക്കുറെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തത് ഹൃദയത്തെ സംബന്ധിക്കുന്നതാണ്. ഉണ്ടെങ്കിൽ അറിയാം. ഹൃദയം എന്ന് വേദാന്തത്തിന്റെ ഭാഷയിൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ഈ രക്തം ശുദ്ധാക്കുന്ന ഹൃദയമല്ലേ, അതിനെക്കുറിച്ചല്ല. ഹൃദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്രമായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതിനെക്കുറിച്ചാണ്. അതാണ് അടുത്തത്. അതിനെയും കടന്നിട്ടാണ് എന്താണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ചിന്തയുണ്ട്, അനുഭവമുണ്ട്. അത് ആഹ്ലാദം ഹൃദയത്തിൻ്റെതാണെന്ന് ആനന്ദം ആഹ്ലാദം ഹൃദയത്തിൻ്റെതാണെന്നാണല്ലോ. നമ്മൾ സുഖവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവും പരിചയപ്പെട്ടിട്ടുണ്ട്. സ്വാമി ഒരു റിവിഷൻ നടത്താം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട്. ഇതൊക്കെ ഓർമ്മയിരിക്കട്ടെ. അവിടെ എന്താണ്, നാലാമത്തതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തേത് അതീന്ദ്രിയമാണ്, അനുഭവം, ആനന്ദം എന്ന് പറയാം. അവിടെ ജനിമൃതികളൊന്നും അതിനില്ല. അതുകൊണ്ട് എന്താണ് അതിന് തടസ്സം നിൽക്കുന്നത്? തടസ്സം നിൽക്കുന്നത് നമ്മുടെ അധമമായ വികാര വിചാരങ്ങൾ. അത്രയേ ഉള്ളൂ. ഓർക്കുക, പൂർവികന്മാർ പറയും കഴുത ഒരേ കുഴിയിൽ ആവർത്തിച്ച് വീഴാറില്ല എന്ന് പറയും. ശരിയാണ്. കഴുതയെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ചോ, നമ്മൾ ഒരേ കുഴിയിൽ തന്നെ വീണുകൊണ്ടിരിക്കണമെന്നാണ്. ഒരേ കുഴി. എന്താ നമ്മളെ സംബന്ധിക്കുന്ന ഒരേ കുഴി? ആഗ്രഹങ്ങൾ. കാമന ഒരു കുഴിയാണ്. ഈ കാമനയിലാണ് നമ്മൾ ഇങ്ങനെ വീഴുന്നത്, ഇല്ലേ? സ്വാമി പറഞ്ഞു ആദ്യം എടുത്തത് ഒരു ക്രെഡിറ്റ് കാർഡായിരുന്നു. ഇപ്പൊ ആ ക്രെഡിറ്റ് കാർഡിന്റെ പ്രശ്നം തീർക്കാൻ വേറൊരു ക്രെഡിറ്റ് കാർഡ്, അതിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ക്രെഡിറ്റ് കാർഡും കൂടെ. ഇപ്പൊ 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒരു ലോൺ അടയ്ക്കാൻ വേറൊരു ലോണാണ് നമ്മളെ കുഴിയിൽ വീഴ്ത്തിയത്. ലോണാകുന്ന കുഴിയിൽ നമ്മൾ വീണു. പക്ഷെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി വേറൊരു ലോൺ. ആദ്യത്തെ ലോൺ ഹൗസിംഗ് ലോൺ ആയിരുന്നു. എന്നിട്ട് വീട് വെച്ചോ? ഇല്ല. ആരുടെയോ തറ കാണിച്ചു കൊടുത്തിട്ട് ബാങ്ക് മാനേജരോട് പറഞ്ഞത് അത് എന്റേതാണ്. അപ്പൊ ഈ തറ നിന്റേതാണ് എന്ന് പറയാൻ ഈ തറയും തമ്മിലൊരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തറകൾ കൂടിയിട്ടാണ് പലതും ചെയ്യുന്നത്. അപ്പൊ ഒരേ കാമനയാകുന്ന ഒരേ കുഴി, വിദ്വേഷമാകുന്ന ഒരേ കുഴി, അല്ലേ? മോഹങ്ങളാകുന്ന ഒരേ കുഴി. ഈ കുഴിയിൽ നാം വീണുകൊണ്ടിരിക്കുന്നു. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത നമുക്ക് ഒരിക്കലും നാലാമത്തേതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. തുരീയം. നാലാമത്തേതിലേക്ക് ഉയരണമെങ്കിൽ ആ ഭാവത്തെ പ്രാപിക്കണമെങ്കിൽ ഈ കുഴികളിൽ ആവർത്തിച്ച് വീഴാതിരിക്കണം. ഈ കുഴിയെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ തൊട്ട് കാണിച്ചു തന്നു. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഓർത്തുകൊള്ളാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. അപ്പൊ നമ്മൾ ആ പഴയ കെണിയിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ആ പഴയ കെണിയിൽ വീഴാതിരിക്കണം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വികാര വിചാരങ്ങൾ അത് അധമമാണോ എന്തോ ആവട്ടെ, പക്ഷെ ഞാൻ വീണുവല്ലോ കുഴിയിൽ, ഏതായാലും കയറുക. നമ്മുടെ ഒരു ഭാഗമേ പൊള്ളാൻ പാടൂ എന്ന് പറയാം. 2 ഭാഗം പൊള്ളിക്കൂടാ. ഓർമ്മയില്ലേ അയൺ ചെയ്യുന്ന സമയത്ത് ടെലിഫോൺ ബെല്ലടിച്ചത്?
ഇല്ലേ? അയൺ ബോക്സ് എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ബെല്ലടിച്ചിട്ട് ഇവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അതിര് കടന്നുപോയി എന്ന് പറയാം. ഒരിക്കലാവാം, 2 പ്രാവശ്യം ആയിക്കൂടാ എന്ന് പറയാം. പിന്നെ സ്വാമിജി പറയുന്നത് പോലെ കീശയിലിട്ട് നടക്കാം. എന്ത്? ഈ ക്രോധവും ഈ തരത്തിലുള്ളതെല്ലാം പോക്കറ്റിലിടാം, ആവശ്യം കഴിഞ്ഞാൽ പോക്കറ്റിലേക്ക് ഇടാം, ആവശ്യത്തിന് എടുക്കാം, ഉപയോഗിക്കാം. നമ്മെ ഭരിക്കാൻ അനുവദിച്ചുകൂടാ. 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിന്നെയും പറഞ്ഞിട്ടുള്ള ഓരോരോ ഉദാഹരണങ്ങളും ഓർക്കുക. വിത്തിന്റെ ഉദാഹരണം, വൃക്ഷത്തിന്റെ ഉദാഹരണം. വിത്തിന്റെ അവസ്ഥ ബീജാവസ്ഥ, വൃക്ഷാവസ്ഥ ഫലാവസ്ഥ. വൃക്ഷാവസ്ഥയിൽ 2 അവസ്ഥയുണ്ട്. പൂവും കായും പ്രദാനം ചെയ്ത് ആ പൂക്കളെയും കായയെയും ഒക്കെ മറ്റുള്ളവർക്ക് നൽകി രാജനായിട്ട് നിലകൊള്ളുന്ന അവസ്ഥ. പൂവുകളെയും കായകളെയും ഉത്പാദിപ്പിക്കാതെ നിൽക്കുന്ന അവസ്ഥ. രണ്ടും കാഴ്ചയിൽ ഒരുപോലെ ഉണ്ടാവും. കാഴ്ചയ്ക്ക് ഒരുപോലെ ഉണ്ടാവും എന്ന് പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അല്ലേ? വീടിനെ കുറിച്ച് പറഞ്ഞു തന്നു സ്വാമി. എന്തൊക്കെ ഉദാഹരണം പറഞ്ഞോ എല്ലാം ഓർത്ത് വെച്ചോളൂ. നമുക്ക് കഴിയാം. എങ്ങനെ കഴിയാം? അടച്ചുപൂട്ടിയ വീടായിട്ട് കഴിയാം. അതാണ് ശരീരത്തിലെ ഇരിപ്പ്. ശരീരത്തിൽ നിലകൊള്ളുന്ന സമയത്ത് നാം എങ്ങനെ നിലകൊള്ളുന്നു എന്നാണെങ്കിൽ ഈ 9 ദ്വാരങ്ങളെ അടച്ചുപൂട്ടിയിട്ട് നവദ്വാരേ പുരേദേഹി എന്നാണല്ലോ. ജനലുകളും വാതിലുകളും എല്ലാം കൊട്ടിയടച്ച് ഒരൽപ്പം പോലും ശുദ്ധവായുവിനെയോ വെളിച്ചത്തെയോ സുഗന്ധത്തെയോ ഒന്നിനെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ശ്വാസം മുട്ടിയുള്ള കഴിച്ചൽ. അതാണ് ഇപ്പം മിക്കവാറും. അങ്ങനെ കഴിയാം. നമുക്ക് വീണ്ടും മുൻപിലേക്ക് പോവാം. ഭഗവാൻ പറയുന്നു, അഥ ചതുർദശോऽധ്യായഃ ഗുണത്രയ വിഭാഗയോഗഃ. ശ്രീഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം. ഭഗവാൻ അർജുനനോട് പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച പരം ഭൂയഃ അഹം പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം യത് ജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിം അതഃ ഗതാഃ. യത് ജ്ഞാത്വാ സർവേ മുനയഃ. യത് യാതൊന്നിനെ ജ്ഞാത്വാ അറിഞ്ഞിട്ട് സർവേ മുനയഃ എല്ലാ മുനികളും. മുനി എന്ന് നിങ്ങൾ ഗീത നന്നായി മനസ്സിലാക്കിയവരാണ് എന്ന് സ്വാമി വിശ്വസിക്കുന്നു. എന്നാലും സ്വാമി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മുനി എന്ന് പറയുമ്പം നിങ്ങളിൽ നിന്ന് അന്യമായി തലയിൽ ഇങ്ങനെ കുടുമ കയറ്റിയിട്ട്, കുടുമ എന്നാണ് എന്താ എന്ന് പറയാ, ഇങ്ങനെ ഗോപുരം പോലെ കയറ്റി വെച്ച് കയ്യിലൊരു കമണ്ടലുമായി ഇവിടെ ഒരു രുദ്രാക്ഷവും ഇട്ട് മലിഞ്ഞ് പോകുന്ന ഒരാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഐ ആം വെരി സോറി. വീണ്ടും പറയട്ടെ, മുനി എന്ന് പറയുമ്പോ എന്നെ കുറിച്ചാണ്. നിനി എന്ന് പേരുള്ളവരാ വേണമെങ്കിൽ തിരുത്തി വെച്ചോളൂ, എന്നാലും വേണ്ടില്ല. അതുകൊണ്ട് ഈ ശബ്ദങ്ങളൊക്കെ ഗീതയിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ ഇനി അങ്ങോട്ട് അത് അസിയാണ്. അതുകൊണ്ടാണ് സ്വാമി സ്നേഹപൂർവ്വം പറയുന്നത്. അസി എന്നുള്ളത് എന്താണ്? ഞാനാകുന്നു. ഇനി അങ്ങനെ അങ്ങോട്ട് കേൾക്കണം. ഇതുവരെ തന്നിൽ നിന്ന് അന്യമായിരുന്നു, ഇനി അങ്ങോട്ട് അങ്ങനെ അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന് പറയാം. മുനി എന്ന് പറയുമ്പം നമ്മൾ തന്നെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ശരിയാക്കാന്ന് പറയാം. സർവേ മുനയഃ എല്ലാ മുനികളും. മുനി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളകുന്ന മനസ്സിന്റെ ഉടമയാണ് മുനി. വ്യാമോഹത്തെ ഭജിക്കാത്തവനാണ് മുനി എന്നൊക്കെ പറഞ്ഞു. മുനിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർവേ മുനയഃ എല്ലാ മുനികളും. ഇതഹ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതഹ എന്ന് പറഞ്ഞാൽ സംസാരഃ സംസാരത്തിൽ നിന്ന്. പരാം സിദ്ധിം ഗതാം പരയായ, പര എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷപ്രാപ്തിയെ ഗതാം പ്രാപിച്ചവരായി.
പരാം ജ്ഞാനാനാം ഉത്തമം. പരം 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 ജ്ഞാനാനാം. പരം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ, ജ്ഞാനാനാം ജ്ഞാനങ്ങൾക്ക് ഉത്തമം, ശ്രേഷ്ഠമായ ഉത്തമമായ ജ്ഞാനത്തെ, ജ്ഞാനം ഭൂയഃ അഹം പ്രവക്ഷ്യാമി, വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മളോട് പറയുന്നു ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് വീണ്ടും ഈ അറിവിനെ ഭഗവാൻ പറയാൻ പോകുന്നു. ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന്. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യഥന്തി ച. ഇദം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യം ആഗതാഃ സർഗേ അപി ന ഉപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. ഭഗവാൻ വീണ്ടും പറയാൻ പോകുന്ന ജ്ഞാനത്തിന്റെ മഹത്വത്തെ അവതരിപ്പിക്കുന്നു. ഇദം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ജ്ഞാനത്തെ, ഈ അറിവിനെ, ഈ അനുഭവ ജ്ഞാനത്തെ പറഞ്ഞിട്ടുള്ളതാ. ഇത് അനുഭവത്തിന് യോഗ്യമാണ്. അങ്ങനെയുള്ള ഈ ജ്ഞാനം ഉപാശ്രിത്യ, ഉപാശ്രിത്യ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിട്ട്, സമാശ്രയിച്ചിട്ട്, ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കരചരണങ്ങളിലേക്ക് ആവാഹിച്ചിട്ട് എന്നൊക്കെ. മമ സാധർമ്മ്യം, എന്റെ സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ സമാന ധർമ്മത്തെ, ആഗതാഹ, ആഗതാഹ പ്രാപിച്ചിട്ടുള്ളവർ, എന്റെ സമാന ധർമ്മത്തെ പ്രാപിച്ചിട്ടുള്ളവര്, സർഗേ അപി, സർഗേ അപി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ പോലും ന ഉപജായന്തെ ജനിക്കുന്നില്ല. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജനനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ചെറിയ കഥയുണ്ട്, പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കൊച്ചു തിര വലിയ തിരയോട് ചോദിക്കുന്നതാ, ഓ നീ എത്ര വലിയവനാണ്, ഞാനിതാ ചിന്ന പയ്യൻ, ഞാനിതാ ഇപ്പൊ ഇല്ലാതെയാക്കും എന്നൊക്കെ പറയുമ്പോ ആ വലിയ തിര മഹാജ്ഞാനിയാണ്. വലിയ തിര പറഞ്ഞു, ഞാൻ തിരയൊന്നുമല്ല എന്ന് പറയും. പിന്നെയോ, ഞാൻ സമുദ്രമാണ്, നീയും അതാണ്, തത്വമസി, നീയും അതാകുന്നു. നീയും അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു തിര അല്ലെങ്കിൽ ഒരു കൊച്ചു കുമിള ഞാൻ ജലമാണ്, സമുദ്രമാണ് എന്ന് സാക്ഷാത്കരിച്ചാൽ പിന്നെ ഈ സമുദ്രത്തിൽ ഉണ്ടാകുന്ന തിരമാലകളോ കുമിളകളോ നുരകളോ പതകളോ ഒന്നുമായി അത് ആവിർഭവിക്കുന്നില്ല എന്നത് അറിവിന്റെ തലത്തിൽ തന്നെയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആകെ കൂടെ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും, മര്യാദയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കും, അവരിങ്ങനെ ഒരുപാട് കടന്ന് ചിന്തിക്കും. എന്തൊക്കെയാ കടന്ന് ചിന്തിക്കാന്നറിയോ? അയ്യോ, അങ്ങനെ എല്ലാവരും ജ്ഞാനികളായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ, സൃഷ്ടി ഉണ്ടാവില്ലല്ലോ. വേണ്ടല്ലോ, ജ്ഞാനികൾക്ക് എവിടെയാ സൃഷ്ടി? അതുകൊണ്ട് ഇവർ വളരെ എന്താ പറയാ ആകുലചിത്തരാണ്. സൃഷ്ടി ഇല്ലാതെയായി പോയാലോ, അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, വീണ്ടും വീണ്ടും ജനിക്കാം. ഭഗവാന് ഞങ്ങളൊരു കഷ്ടപ്പാടുണ്ടാക്കുന്നില്ല എന്ന് പറയാം. അറിവിന്റെ തലത്തില് പിന്നെ ജനിമൃതികളില്ല. അറിവില് ഈ ഉദാഹരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു കുമിള സാക്ഷാത്കരിക്കുന്നു, ഞാൻ കുമിളയല്ല എന്ന്. കുമിള എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? മിസ്റ്റർ കുമിള. കുമിളയ്ക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. കുമിളയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുമിള പറയും, ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതിന് നമ്മൾ ഉപദേശം കൊടുക്കുക, നീ കുമിളയല്ല, പിന്നെയോ നീ സമുദ്രത്തിന് പോലും ആധാരമായ ജലമാണ്. ആ സത്യം കുമിള സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജലത്തിലുണ്ടാകുന്ന മാറ്റങ്ങള് കുമിളയെ സ്വാധീനിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇനി കുമിള ഉണ്ടാവില്ല എന്നാണോ? മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കുമിള ചിന്തിക്കേണ്ട, അയ്യോ ഇനി ഞാൻ സമുദ്രമാണെന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഇനി കുമിള ഇല്ലാതെ ആയിപ്പോയാലോ. അറിവ് ഇതാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മമ സാധർമ്മ്യം ആഗതാഹ,
പ്രയോഗങ്ങളൊക്കെ ഗംഭീരമാണ്. എന്റെ ഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആഭരണത്തിലിരിക്കെ സ്വർണം സാക്ഷാത്കരിച്ചു, ഞാൻ സ്വർണമാണ്. ഇതിനെ വേദാന്തത്തിൽ കനകൈക മഹാബുദ്ധി എന്ന് പറയും. കനകം മാത്രം എന്ന ബുദ്ധി. നമുക്കത് ബാങ്കിൽ കൊണ്ടുവയ്ക്കാൻ നേരത്തെ ഉണ്ടാകാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എന്റെ വള, എന്റെ മാല, എന്റെ ആ റിങ്, അയ്യോ ആ റിങ്ങിലൊക്കെ തുടയ്ക്കുന്നതൊക്കെ കാണണം ആദ്യാദ്യം അല്ലേ. കൊണ്ടുവയ്ക്കാൻ നേരത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറയും. ആദ്യം അതിൽ വലിയ മൂല്യങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. താലിയിലൊക്കെ ഗംഭീര മൂല്യമാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെയോ അല്ലേ, എല്ലാ മൂല്യവും അങ്ങോട്ട് പറയട്ടെ, പോയിക്കോളാൻ വീട്ടില്, അപ്പൊ കഴിഞ്ഞു. ഇങ്ങനെ ആരോപിക്കാനും അതുപോലെ എടുത്തു മാറ്റാനും സൗകര്യമായിട്ടുള്ളതാ ഇതെല്ലാം. വേദാന്തത്തില് അധ്യാസം എന്ന് പറയും. ഒന്നില് ആരോപിക്കുക. അപ്പൊ കനകൈക മഹാബുദ്ധി ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പൊ പിന്നെ ആഭരണങ്ങൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് സ്വർണത്തിന് ഇനിയൊരു കമ്മലാകാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. ആ സ്വർണം അറിയാണ്, ഞാൻ പലതും ആവും, ഞാൻ പല പല മണികളാവും, അതാവും ഇതാവും, പക്ഷെ ഒന്നും ആയിട്ടില്ല എന്ന് പറയാം. അങ്ങനെ സാക്ഷാത്കരിച്ച ഒരു സ്വർണം എന്നും സ്വർണ്ണ കട്ടിയായി ഇരുന്നോളണം എന്നില്ല, അറിയും. അതെന്താണ്? അത് ഭഗവാൻ പറയുന്നു, മമ സാധർമ്മ്യം. ആ വാക്ക് ശരിക്കും മനസ്സിലാക്കണം. മമ സാധർമ്മ്യം, എന്റെ സമാന ധർമ്മത്തെ. എന്റെ സമാന ധർമ്മം എന്താണ്? ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അചലമായ, അവ്യയമായ, അഖണ്ഡമായ, നിത്യമായ, ശാശ്വതമായ, സനാതനമായ ധർമ്മത്തെ. അതിൽ കുറഞ്ഞൊരു ധർമ്മവും ഇല്ല അവിടെ. അത് അല്പമല്ല, പൂർണ്ണമാണ്. പൂർണ്ണമായ എന്റെ ഭാവത്തെ ആഗതാഹ പ്രാപിച്ചിട്ടുള്ളവർ സർഗേ അപി, പിന്നെ സൃഷ്ടിയിൽ അവര് ഉപജായത, അവർക്ക് ജനിമൃതികളില്ല. അറിവിന്റെ തലത്തിൽ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളാൻ. പ്രളയേ ന വ്യതന്തി, പ്രളയത്തിൽ ന വ്യതന്തി, ദുഃഖിക്കുന്നില്ല, വ്യാകുലരാകുന്നില്ല എന്ന് പറയും. അവരെ സംബന്ധിച്ച് അവർക്ക് ദുഃഖവും ഇല്ല. അതുപോലെ ജനിമൃതികൾ, ഇതാണല്ലോ ദുഃഖത്തിന് കാരണം എന്ന് പറയും, അതൊന്നും അവരെ സംബന്ധിക്കുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ അവര് സാധർമ്മ്യം, സമാനമായ ഭഗവാന്റെ തുല്യ സ്വഭാവത്തെ സ്വീകരിച്ചവരാണ്. സ്വഭാവത്തിൽ നിന്ന് സ്വരൂപത്തിലേക്ക് ഇറങ്ങിയവരാണ് എന്ന് പറയാം. കൃഷ്ണന് രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് സമുദ്ര സമാനമാണെങ്കിൽ ഒന്ന് തിരമാല സമാനം. മനസ്സിലാവുമല്ലോ അല്ലേ? രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെ. വേണമെങ്കിൽ ഇനിയും നമുക്ക് പറയാം കുമിള സമാനം, നുരസമാനം, പദസമാനം എന്ന് പറയാം. പക്ഷെ എല്ലാം ഒന്ന് തന്നെ. തുടർന്ന് മമയോ നിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഇതെല്ലാം നല്ല ആഴമുള്ള ശ്ലോകമാണ്, ധ്യാനത്തിന് വിഷയമാക്കുക. ഈ ശ്ലോകങ്ങളുമൊക്കെ ആയിട്ട് സ്വാമി എപ്പോഴും പറയാറുള്ളത് പോലെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കുക. മമ യോനിഹി മഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമി അഹം സംഭവ സർവഭൂതാനാം തതഃ ഭവതി ഹേ ഭാരത. കണ്ടോ, ഹേ ഭാരത എന്ന വിളിയുള്ള ശ്ലോകങ്ങളൊക്കെ എവിടെയുണ്ടോ അതുമായിട്ട് പോയിക്കോളൂ മൂലയിലേക്ക്. അറിയുക, ആ അറിവില് രമിക്കുക. അതാണ് സൂചന വ്യാസൻ നൽകുന്നത്. ഭാരത, ആ അറിവില് ഭാസയതീതി ഭാരത എന്ന് പറഞ്ഞാൽ രമിക്കൂ, ആഴ്ന്നിറങ്ങൂ അതിലേക്ക്. ആരാണ് ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ.
അതിന്റെ ആ മഹാവൈഭവത്തില് അങ്ങനെ ആഴ്ന്നിറങ്ങുക എന്ന് പറയും. ആഴ്ന്നിറങ്ങാനുള്ള പദ്ധതി ശ്ലോകത്തിന്റെ അതിന്റെ സാരത്തെ മനനം ചെയ്യുമ്പോഴാണ്. പറയണു ഭഗവാൻ, ഹേ ഭരതവംശജനായിട്ടുള്ള അർജുന, മഹത് ബ്രഹ്മ മമ യോനി. മഹത്തായ ബ്രഹ്മം മമ യോനി, എന്റെ യോനിയാണ്, എന്റെ ഗർഭസ്ഥാനമാണ്, ഉത്പത്തി കേന്ദ്രമാണ് എന്ന് പറയാം. മമ യോനി തസ്മിൻ, അതിൽ ഗർഭം ദദാമി, ഞാൻ ഗർഭത്തെ ധരിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ ഭഗവാന്റെ യോനി എന്ന് പറയുന്ന സമയത്ത് എല്ലാറ്റിൻ്റെയും കേന്ദ്രമായിട്ട് അവിടെയാണ് ഈ വിശ്വത്തെ ഭഗവാൻ ധരിക്കുന്നത്, ഗർഭം ധരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാണ് ഭഗവാൻ. തതഃ, അതിൽ നിന്ന് സർവഭൂതാനാം സംഭവ ഭവതി, അതിൽ നിന്നാണ് എല്ലാ ഭൂതങ്ങളും സംഭവ ഭവതി, സംഭവിക്കുന്നത്. ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. വിശ്വയോനി എന്ന് പറയുമ്പം എന്താണ് വിശ്വയോനി? എല്ലാ യോനിയും കൂടെ ചേരുന്നത് തന്നെ വിശ്വയോനി. അവിടെ നിന്നാണ് എല്ലാം ജനിക്കുന്നത് എന്ന് പറയും. അത് വിശ്വരൂപത്തിന്റെ വേറൊരു ഡയമെൻഷനാണ്. മഹത് ബ്രഹ്മ, മഹത്തായ ആ പ്രകൃതി. അപ്പം ഇതൊക്കെ നന്നായി മനനത്തിന് വിധേയമാക്കുക. എങ്ങനെയാണ് എന്താ ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് ഓരോ സൃഷ്ടിയും ആവിർഭവിക്കുന്നത്? അതിൽ ഭൂമി ഭഗവാന്റെ ഒരു യോനിയാണ്. ഭൂമി, ആകാശം ഒരു യോനിയാണ്. അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ജനിക്കുന്നതുണ്ട്, അതിനെ ഊഷ്മജം എന്നൊക്കെ പറയും. അതുപോലെ സ്വേദജം, വിയർപ്പിൽ നിന്ന്. ജലം, ഫംഗസ്, ജലം ഭഗവാന്റെ ഒരു യോനിയാണ്. ഭൂമി ഭഗവാന്റെ ഒരു യോനിയാണ്. അണ്ടജം, മുട്ട, അണ്ടരൂപത്തിലുള്ളതെല്ലാം യോനിയാണ്. ജീവജം എന്ന് പറയുന്ന ജീവജാലങ്ങളുടെ യോനി, പ്രസവിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ യോനിയാണെന്ന് ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. ആ വിശ്വയോനിയെ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. അപ്പൊ പറയുന്നു, എന്നിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. തുടർന്ന് സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ താസാം ബ്രഹ്മ മഹദ്യോനിഃ അഹം ബീജപ്രദഃ പിതാ. സർവയോനിഷു ഹേ കൗന്ദേയ മൂർത്തയഃ സംഭവന്തി യാഃ താസാം ബ്രഹ്മ മഹത് യോനിഃ അഹം ബീജപ്രദഃ പിതാ. പറയുന്നു, ഹേ കൗന്ദേയ, സർവയോനിഷു, യോനി എന്ന് പറഞ്ഞ യൗതി ഇതി യോനി എന്നാണ്. എന്താണ്? ജനനത്തിന്റെ സ്ഥാനം. അറിയാം. അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ഉപാധിയാണ് സ്വീകരിക്കുന്നത്. ജനിക്കാൻ ഒരു ഒന്നിനെ സ്വീകരിക്കുന്നു, ഒരു വഴി എന്ന് പറയാം. നമ്മൾ വഴിയിലൂടെ ഈ കോണി കയറി ഇതിനകത്തേക്ക് പ്രവേശിച്ചു, ഒരു പ്രവേശികയാണ് എന്ന് പറയും. അവിടെ ഭഗവാൻ പറയുന്നു, സർവയോനിഷു, എല്ലാ പ്രവേശികയിലും എല്ലാ വഴികളിലും ഓരോ ജീവജാലങ്ങളും ഏതിലൂടെ കടന്നു വരുന്നുവോ ആ വഴികളെ എല്ലാം പറയുന്നു. സർവയോനിഷു യാ മൂർത്തയഃ. ഗീതയിൽ പറയുന്ന യോനി എന്ന് പറയുമ്പോൾ ഇത് വിശ്വയോനിയെ കുറിച്ച് പറയുകയാണ്. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നത്? എവിടെയാണ് ഇതിന്റെ തിരോധാനം? ഇതൊരു സയൻസാണ്. സർവയോനിഷു, എല്ലാ യോനികളിലും, അത് ഏതൊക്കെയാവട്ടെ എന്ന് പറയാം. ഏതിലൂടെയാണ് ഇതെല്ലാം പ്രകടമായി പുറത്തേക്ക് വരുന്നത്? അതുകൊണ്ട് നമുക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്കറിയോ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കഥ ഒരു അമേരിക്കയിൽ സംഭവിച്ച ഒന്നാണ്. 3 കുട്ടികളുടെ അമ്മ 4ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് അവർ ഡോക്ടറോട് പറഞ്ഞു, ഈ 3 കുട്ടികളും അച്ഛനും ഞങ്ങൾക്കെല്ലാം ഈ എങ്ങനെയാണ് അടുത്ത കുട്ടി പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഇവർക്ക് കാണണം, ഇവർക്ക് കാണിച്ചു കൊടുക്കണം. വിദേശത്തായതുകൊണ്ട് ആ ഡോക്ടർ വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു അമ്മയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കും, ആദ്യം രക്തമൊക്കെ വരും, നിങ്ങൾ അതൊന്നും കാണുമ്പോൾ പേടിക്കണ്ട, നിങ്ങളുടെ കുഞ്ഞ് അനുജനോ അനുജത്തിയോ ആരെങ്കിലും വരുമ്പം ആദ്യം ശിരസ് കാണും, അപ്പൊ നമുക്ക് നോക്കിയിരിക്കാം. എല്ലാവർക്കും കസേരയൊക്കെ കൊടുത്തു. കുട്ടികളത് കണ്ടു എന്നാ. പൂർണ്ണമായിട്ട് കുട്ടികൾ ആ ഒരു ശിശു പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഭാവമായിരുന്നു ഈ കുട്ടിയോട് എല്ലാവർക്കും. ഇതൊരു രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് പലതും രഹസ്യമാക്കി വെച്ചിരിക്കുക. ഇതിലൊരു രഹസ്യവും ഇല്ല എന്ന് പറയാം. ഒരു ശിശു ജാതമാകുന്നത്, ഈ ഏതും വിശ്വത്തിലേക്ക് കടന്നു വരുന്ന ആ കാഴ്ച, അതൊരു ധ്യാനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. സർവയോനിഷു, എല്ലാ യോനികളിലും, അത് ഏതൊക്കെ ആവട്ടെ എന്ന് പറയാം, ഏതിലൂടെയാണ് ഇതെല്ലാം പ്രകടമായി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്കറിയോ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കഥ ഒരു അമേരിക്കയിൽ സംഭവിച്ച ഒന്നാണ്. 3 കുട്ടികളുടെ അമ്മ 4ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് അവർ ഡോക്ടറോട് പറഞ്ഞു, ഈ 3 കുട്ടികളും അച്ഛനും ഞങ്ങൾക്കെല്ലാം എങ്ങനെയാണ് അടുത്ത കുട്ടി പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ഇവർക്ക് കാണണം, ഇവർക്ക് കാണിച്ചു കൊടുക്കണം. വിദേശത്തായതുകൊണ്ട് ആ ഡോക്ടർ വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊരു അമ്മയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കും, ആദ്യം രക്തമൊക്കെ വരും, നിങ്ങൾ അതൊന്നും കാണുമ്പോൾ പേടിക്കണ്ട, നിങ്ങളുടെ കുഞ്ഞ് അനുജനോ അനുജത്തിയോ ആരെങ്കിലും വരുമ്പം ആദ്യം ശിരസ് കാണും, അപ്പൊ നമുക്ക് നോക്കിയിരിക്കാം. എല്ലാവർക്കും കസേരയൊക്കെ കൊടുത്തു. കുട്ടികളത് കണ്ടു എന്നാ. പൂർണ്ണമായിട്ട് കുട്ടികൾ ആ ഒരു ശിശു പുറത്തേക്ക് വരുന്നത് അവർ കണ്ടു. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഭാവമായിരുന്നു ഈ കുട്ടിയോട് എല്ലാവർക്കും. ഇതൊരു രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് പലതും രഹസ്യമാക്കി വെച്ചിരിക്കുക. ഇതിലൊരു രഹസ്യവും ഇല്ല എന്ന് പറയാം. ഒരു ശിശു ജാതമാകുന്നത്, ഈ ഏതും വിശ്വത്തിലേക്ക് കടന്നു വരുന്ന ആ കാഴ്ച, അതൊരു ധ്യാനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അവിടെ വേറെ ഒന്നിനും ഒരു സ്ഥാനവുമില്ല. അതാണല്ലോ തതശ്വേതൈർ ഹയൈർ യുക്തേ മഹതി സ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മതുഹു എന്ന ശ്ലോകത്തെ ഒരാചാര്യൻ ഒരു ശിശു ലോകത്തിലേക്ക് ജനിക്കുന്നതായിട്ട് വ്യാഖ്യാനിച്ചത്. ശുദ്ധ അന്ധകരണാന്വിതനായിട്ടുള്ള ആ വെളുത്ത കുതിരകളെ പൂട്ടിയ തേരില് അങ്ങനെ അവൻ പുറത്തേക്ക് വന്നു എന്ന് അപ്പൊ പറയുന്നു. അവിടെ ആ അമ്മയ്ക്ക് ഈ ഒരു ധൈര്യം ഉണ്ടായി, കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്തുകൊണ്ടെന്നാൽ അതും പറയുന്നുണ്ട്. കാരണം വിദേശത്ത് ഒരു കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന വിദേശ ഒരു സംസ്കാരം എങ്ങനെയാണ്, ഒരു കുട്ടി അവന്റെ അനുജൻ ഒരു കുട്ടിയുടെ കുഞ്ഞുവാവ എന്ന് പറയുമല്ലോ, ഈ കുഞ്ഞുവാവ എങ്ങനെയാണ്, ഈ കുഞ്ഞുവാവ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുവാവ എങ്ങനെയാ വന്നതെന്നോ, അതൊരു വേഴാമ്പൽ പോലെ ഒരു പക്ഷിയുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുന്ന ആ പക്ഷി അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇന്നലെ ഇവിടെ ഇട്ടു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. ഇപ്പോഴും ഉണ്ട് ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മ പറഞ്ഞു കൊടുക്കുക, അത് ഇന്നലെ ഭഗവാൻ കൊണ്ട് തന്നതാ. ഈ കുട്ടിക്ക് അറിയാം ഇത് കുറെ നേരം ഇങ്ങനെ കുറച്ചാൽ ഇങ്ങനെ നടന്നത്, ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ഭാഷ അറിയണം, കുട്ടികളുടെ ഭാഷ. അതറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതൊന്നും അറിയാതെ വെറുതെ ഓരോന്നിങ്ങനെ പറയും. ഇങ്ങനെ കുട്ടിയോട് കുട്ടി ചോദിച്ചു, അമ്മേ അപ്പം എന്നെ എങ്ങനെയാ, നിന്നെയും ഇതുപോലെ വേഴാമ്പല് കൊണ്ടു തന്നതാ? ചേച്ചി അമ്മയെ അതെ, അമ്മയുടെ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തതാ. അച്ഛനെ എല്ലാവരെയും, അച്ചാച്ചനെയും അച്ഛമ്മയും ഒക്കെ. കുട്ടി എഴുതി വെച്ചു, ഒരു സ്വാഭാവികമായിട്ടുള്ള ജനനം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലമുറയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ ഈ വേഴാമ്പല് കൊണ്ട് കിട്ടും, അല്ലെങ്കിൽ തവിട് കൊടുത്ത് മേടിച്ചതാണ്, അവിടുന്ന് കൊടുത്തതാണ്, ഇവിടുന്ന് കൊടുത്തതാണ്.
നമുക്ക് എങ്ങനെ മാമ്പഴം ഉണ്ടാവുന്നു, എങ്ങനെ പ്ലാവില് ചക്ക കായ്ക്കുന്നു, എങ്ങനെ പൂവ് കായയാവുന്നു, ഈ ജീവശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് എന്റെ വയറ്റിൽ കുഞ്ഞുവാവ ഉണ്ടായതെന്നും അവൻ എന്നാണ് ജനിക്കാൻ പോകുന്നതെന്നും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇതൊന്നും മര്യാദയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ആ കുട്ടിയോട് അസൂയ ഉണ്ടാവുന്നതും അതിനെ കഴുത്ത് ഞമണ്ടണമെന്ന് തോന്നുന്നതും. എന്നിട്ട് കുറച്ച് സിനിമാക്കാർക്ക് സിനിമ ഉണ്ടാക്കാനും ഒക്കെ സ്വാമി അപ്പൊ കാണുന്നുണ്ട്. കാണേണ്ടെന്ന് ആവശ്യമില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന കാര്യങ്ങൾ അറിയുന്നു. അതെ, കാരണം ഈ കുട്ടികൾക്കുണ്ടല്ലോ ഒരു ജലസി ഉണ്ടാവുന്നത്, അത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആദ്യമേ അവന് വല്ലാത്തൊരു പ്രേമം ജനിക്കും. ഇവന്റെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുള്ള തോന്നലൊന്നുമില്ല. ഏതായാലും ഭഗവാൻ ഇവിടെ പറയുന്നു, നമുക്ക് ഈ ഒരു ഭഗവാൻ ഇവിടെ പറയുന്ന സർവയോനിയിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മാതൃത്വം ഉണ്ടാവുന്നത്. ഇവിടെയാണ്, അതുകൊണ്ടാണല്ലോ ഈ മാതൃഭാവത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ ഭാരതം കൽപ്പിച്ചത്. ഭാഷയ്ക്ക് പോലും മാതൃഭാഷ എന്ന് പറയുന്നത്, മാതൃഭൂമി എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് നമ്മളെല്ലാം സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വലിയൊരു അബദ്ധമുണ്ട്. ഭാരതം എന്റെ നാടാണ്, ഓരോ ഭാരതീയനും എന്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് പറയുന്നത്. അതിൽ വലിയ വിരോധാഭാസം ഉണ്ട് എന്ന് പറയാം. ഭാരതം എന്റെ നാടാണെങ്കിൽ ഓരോ ഭാരതീയനും എന്റെ നാട്ടുകാരനേ ആവുള്ളൂ, അല്ലേ? ഭാരതം എന്റെ നാടാണെങ്കിൽ ഓരോ ഭാരതീയനും എന്റെ നാട്ടുകാരനാണ്. ഭാരതത്തിലെ ഓരോ ആളുകളും എന്റെ സഹോദരീ സഹോദരനാകണമെങ്കിൽ ഭാരതം എന്റെ മാതൃഭൂമിയാവണം. എന്നാണോ ഭാരതം എന്റെ മാതൃഭൂമിയാകുന്നത് അന്ന് മാത്രമേ ഓരോ ഭാരതീയനും എന്റെ സഹോദരീ സഹോദരന്മാരാകും. അല്ലാതെ ഭാരതം എന്റെ നാടായാൽ ഭാരതത്തിലുള്ള ഓരോരുത്തരും എന്റെ നാട്ടുകാരനെ ആകുന്നു. ഇവിടെ ഭഗവാൻ പറയുന്ന സർവയോനിഷു എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാവും ഇന്നതാ എന്താ എല്ലാ പ്രാണിവർഗങ്ങളും എല്ലാ മൃഗങ്ങളും എല്ലാം തന്നെ യാഹ എന്തൊക്കെയാ അവിടെ പറയാൻ പോകുന്നതെന്നറിയോ? ജീവശാസ്ത്രമാണ്. യാഹ ഏതെല്ലാം മൂർത്തയാഹ എന്ന് പറഞ്ഞാൽ ശരീരങ്ങള്, മൂർത്തികള്. മൂർച്ഛതി ഇതി മൂർത്തയാഹാണ്, മൂർച്ഛിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥിതി മറക്കുന്നത്. സംസ്കൃതത്തിൽ ഈ ശബ്ദങ്ങളൊക്കെ ഗംഭീരങ്ങളാണ്. സ്വസ്ഥിതി മറക്കുന്നത് കൊണ്ട് ഇതിനെ മൂർത്തി എന്ന് പറയുന്നു. എപ്പോഴാണ് അത്ര സ്വസ്ഥിതി മറക്കുന്നത്? ഒരു ശരീരം വേറൊരു ശരീരത്തിലേക്ക് ഇഴുകിച്ചേരുന്ന സമയത്ത് ശരീരബോധം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ പറഞ്ഞു മൂർത്തയഹ എന്ന്. ഇതൊക്കെ രചിച്ച വിദ്വാന്മാരുണ്ടല്ലോ, നമ്മളെ പോലെയൊന്നുമല്ല എന്ന് പറയാം, കുറച്ച് കയ്യിലിരിപ്പുള്ളവരാന്ന് പറയാം. യാ മൂർത്തയഹ ഏതെല്ലാം ശരീരങ്ങളുണ്ടോ അവിടെ പറയുന്നു മൂർത്തയഹ സംഭവതി ഉണ്ടാകുന്നുവോ, താസാം എന്ന് പറഞ്ഞാൽ അതിന് ആ ശരീരങ്ങൾക്ക് മഹത് ബ്രഹ്മ യോനിഹി മഹത്തായ ബ്രഹ്മപ്രകൃതി തന്നെയാണ് യോനിഹി ഉത്പത്തി സ്ഥാനം. അഹം ഞാൻ ബീജപ്രദ, ഞാനാണ് അതിലെ ബീജദാതാവ്, അതിലെ ബീജം ഞാനാണ്, ബീജത്തെ പ്രദാനം ചെയ്യുന്നവൻ. നിങ്ങൾ ഇതൊക്കെ നികൃഷ്ടമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ പാപമെന്നോ പറയുന്നുവെങ്കിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞാനാണ് അതിനെ ബീജമായി. ആരാണ് ബീജമായി യോനിയിലേക്ക് പ്രവേശിക്കുന്നത്? അഹമേവ, ഞാൻ തന്നെ. അഹം ബീജപ്രദ, ബീജദാതാവായിട്ടുള്ളവൻ ഞാനാണ്. അതുകൊണ്ട് അഹം പിതാ, ഞാനാണ് പിതാവ്. അച്ഛനാര് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞോളൂ, പിതാ അഹം, ഞാനാകുന്നു പിതാവ്. ഈ വിശ്വത്തിന്റെ മുഴുവൻ പിതൃത്വം അവിടേക്കുള്ളതാണ്. എന്ത് ഗംഭീര ശ്ലോകങ്ങളാ! ഇവിടെയൊക്കെ അസി സംഭവിക്കണം. അപ്പൊ ഞാനാണ് പിതാവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പിതാവായിട്ടിരിക്കുന്നവനുണ്ടല്ലോ, ആ പിതാവുമായിട്ട് വിശ്വപിതാവുമായിട്ട് ചേരണം, വിശ്വമാതാവുമായിട്ട് ചേരണം. ശ്രമിക്കൂ. തുടർന്ന് സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജഃ തമഃ ഇതി ഗുണാഃ പ്രകൃതി സംഭവാഃ നിബധ്നന്തി ഹേ മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ഭഗവാൻ ഗുണങ്ങളെക്കുറിച്ച് വിസ്താരം തുടങ്ങണം. ഹേ മഹാബാഹോ, അല്ലയോ വീരനായിട്ടുള്ള അർജുന, സത്വം
രജ രജസ്, തമ തമസ്. ഇതി ഇങ്ങനെ സത്വമെന്നും രജസ്സെന്നും തമസ്സെന്നും പ്രകൃതി സംഭവാഹ പ്രകൃതിയിൽ നിന്ന് സംഭവിച്ച ഗുണാഹ ഗുണങ്ങൾ അവ്യയം ദേഹിനം ദേഹേ നിബധ്നന്തി. അവ്യയം നാശരഹിതനായ ദേഹിനം ജീവാത്മാവിനെ, ആരാണ് അവ്യയം ദേഹിനം നാശരഹിതനായ ജീവാത്മാവിനെ ദേഹേ ശരീരത്തിൽ നിബധ്നന്തി ബന്ധിക്കുന്നു. നന്നായിട്ട്. അപ്പൊ ശരീരത്തിന്റെ ബന്ധനം എന്നുള്ളത് ഇവിടെ ഭഗവാൻ പറയുന്നു, സത്വം രജസ് തമസ് ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതി ജൈഹി ഗുണൈഹി എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ. പ്രകൃതി ജൈഹി എന്നുള്ളതിന് ഇവിടെ ഭഗവാൻ പ്രകൃതി സംഭവാഹ എന്ന് വേറൊരു പദം പ്രയോഗിച്ചു. പ്രകൃതിയിൽ നിന്ന് സംഭവിച്ച ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ അവ്യയം ദേഹിനം ദേഹേ നിബധ്നന്തി ഈ ജീവാത്മാവിനെ ബന്ധിക്കുന്നു. ഏതുപോലെ എന്നാൽ ഒരു ഘടം, ആ ഘടത്തിനകത്ത് ഒരാകാശം ഇരിക്കെ ഘടത്താൽ പരിമിതപ്പെട്ടതുപോലെ. ആകാശം പരിമിതപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ പരിമിതനാണ് ഘടത്തിൽ. തുടർന്ന് വിസ്തരിക്കണം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ച ഹേ അനഘ. അല്ലയോ അർജുന, അനഘ എന്ന് പറഞ്ഞാൽ പാപരഹിത, ഒരു പ്രകാരത്തിലുള്ള പാപവും തീണ്ടാത്ത, പാപബോധത്തിനൊന്നും അവകാശമില്ലാത്ത അർജുന. എന്തിനാ ഇവിടെ ഭഗവാൻ അനഘ എന്ന് വിളിച്ചത്? ഭഗവാൻ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം അതാണ്. തത്ര അവയിൽ, തത്ര എന്ന് പറഞ്ഞാൽ ആ ത്രിഗുണങ്ങളിൽ, സത്വരജ തമോ ഗുണങ്ങളിൽ. ഇത് സത്വഗുണം വളരെ കേമം, രജോ ഗുണം കുറച്ചുകൂടെ തരക്കേടില്ല, തമോ ഗുണം അയ്യോ തീരെ മോശം എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇതൊക്കെയാണ് ഈ കുഴപ്പം. നമ്മൾ വിചാരിച്ചിരിക്കണു അങ്ങനെ. സത്വഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒന്നാണ്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ തരക്കേടില്ല, തമോ ഗുണം എന്ന് പറഞ്ഞാൽ തീരെ മോശം. മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. തത്ര അതിൽ ത്രിഗുണങ്ങളില് നിർമ്മലത്വാത്, നിർമ്മലത്വം കൊണ്ട്, നിർമ്മലം നിർഗതം മലം, മലം അഴുക്ക്, മലയാളത്തിലെ മലം അല്ലേ, നെറ്റി ചുളിക്കണ്ട, അതുൾപ്പെടെ അഴുക്ക്, അതിന്റെ ഒരു ലെവലേശം ഒരൽപ്പം പോലും ചേരാത്ത. നിർമ്മല എന്ന് പറഞ്ഞാൽ പരിശുദ്ധി, പരിശുദ്ധയാർന്നവൾ എന്നാണ്. ഇത് ചേരാത്തത്. നിർമ്മലത്വാത് നിർമ്മലത്വം കൊണ്ട്, പ്രകാശകം പ്രകാശകവും, എന്താ അഴുക്കില്ല എങ്കിൽ അത് തേജസ്സാർന്നതാണ്. അനാമയം ആർക്കും ഉപദ്രവമില്ലാത്തത്, നിരുപദ്രവം, അനാമയം. സത്വം സത്വഗുണം, സുഖസംഗേന സുഖസംഗം കൊണ്ടും, ജ്ഞാനസംഗേന അറിവ് ഹേതുവായും, അറിവ് സംഘമായിട്ടും, ദേഹിനം നിബധ്നാതി ജീവാത്മാവിനെ ബന്ധിക്കുന്നു. ബന്ധനാണ് ഏത്? സത്വം. അപ്പൊ സത്വഗുണം എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത്? ഇതാ പറയുന്നു, നിർമ്മലത്വം കൊണ്ട്. പിന്നെയോ പ്രകാശകം അനാമയം, പ്രകാശമയമായി നിരുപദ്രവവുമായി സത്വഗുണം സുഖസംഗേന, സുഖസംഗേന സുഖരൂപത്താൽ, സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടും ദേഹിനം നിബധ്നാതി ജീവാത്മാവിനെ അത് ബന്ധിച്ചിരിക്കുന്നു. തുടർന്നു രജോ ഗുണവും തമോ ഗുണത്തിന്റെയും സ്ഥിതിഗതികൾ ഭഗവാൻ വിവരിക്കുന്നു. എന്നിട്ട് ഈ ഗുണങ്ങളുടെ ഇനി അങ്ങോട്ട് അതാണ് നമ്മിലെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയാൻ പോവാം. നമുക്ക് നോക്കാം. തുടർന്ന് രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. രജഃ രാഗാത്മകം വിദ്ധി,
തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാതി ഹേ കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. എങ്ങനെയാണ് രജോ ഗുണം ബന്ധിക്കുന്നത് എന്നാണെങ്കിൽ, അല്ലയോ കൗന്ദേയ, കൗന്ദേയ എന്ന് പറയുമ്പോൾ കുന്തിപുത്രൻ, രജഹ രാഗാത്മകം, രജോ ഗുണം രാഗസ്വരൂപ. രാഗം എന്ന് പറഞ്ഞാൽ സംഗീതത്തിലെ രാഗമല്ല, രജോ ഗുണികൾ അങ്ങനെ നല്ല രാഗമൊക്കെ ഉണ്ടാവുമല്ലോ. രാഗം ചേർച്ച, എന്താ സംഘം, അടുപ്പം, അതിലെ താത്പര്യം. തൃഷ്ണാസംഗ സമുദ്ഭവം, അത് തൃഷ്ണയിലും സംഘത്തിലും നിന്നുണ്ടായതാണ്. തൃഷ്ണയിലും സംഘത്തിൽ നിന്നുമാണ് അത് ആവിർഭവിച്ചത്. ഇതി വിദ്ധി, ഇപ്രകാരം നീ അറിയണം. അത് കർമ്മസംഗേന ദേഹിനം ബധ്നാതി, കർമ്മസംഘത്തിലൂടെ കർമ്മം ചെയ്യുക എന്നുള്ളതുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. ഓരോ പ്രകാരത്തിലാണ് ബന്ധിപ്പിച്ച്. ഭഗവാൻ ആ വന്ന വഴി നോക്കണം. ഈ വിശ്വത്തിന്റെ മുഴുവൻ നിദാനമായി നിലകൊള്ളുന്നത് എന്തെന്നും, അല്ലേ, ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഒക്കെ പറഞ്ഞ് ഇനി വീണ്ടും നമ്മുടെ അർജുനനോട് പറഞ്ഞു, ഞാൻ ഈ അറിവിനെ നിനക്ക് വീണ്ടും പറഞ്ഞു തരാം. ഇതിന്റെ ഒരു വഴി വേറെ ഒരു വഴിയിൽ കൊണ്ടുപോവുക നമ്മളെ. എന്തിനാണ്? ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നീ പറയുന്നു അടുത്ത തമോ ഗുണത്തെക്കുറിച്ച്. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത. തമഃ തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഹേ ഭാരത. അല്ലയോ അർജുന, തമഃ തു, തമോ ഗുണമാകട്ടെ, അജ്ഞാനജം, അജ്ഞാനത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് ജനിച്ചതാണ്. സർവദേഹിനാം മോഹനം, അത് സകല ജീവികൾക്കും മോഹമുണ്ടാക്കുന്നതാണ്. ഇതും വേണ്ടേന്ന് ചോദിച്ചാൽ വേണേ. കാരണം രാത്രി ഈ അജ്ഞാനത്തിലാണല്ലോ പോയിട്ട് ഉറങ്ങുന്നത്, ഈ അജ്ഞാനത്തിലാണ് കഴിയുന്നത്. ഈ അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മോഹനം ഇതി, അത് മോഹം ഉണ്ടാക്കുന്നു എന്നറിയുക. അത് പ്രമാദാലസ്യ നിദ്രാഭിഹി, പ്രമാദം, ആലസ്യം, നിദ്ര, ഇതുകൊണ്ട് നിബധ്നാതി, ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളും ഈ പ്രകാരത്തിലാണ് ഓരോരുത്തരെയും ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണം എന്തൊക്കെയാണ് ബന്ധനം എന്നൊക്കെ ഈ ഗീതയിൽ പറയുന്ന സമയത്ത് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്നൊന്നുമില്ല. നമ്മളെ കോർത്തിരിക്കുന്നു, കെട്ടിയിരിക്കുന്നു. ഈ കെട്ടിൽ നിന്നൊക്കെ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ പുറത്തു കടക്കണം, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ പറഞ്ഞു തരികയാണ്. അപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പൊ സത്വഗുണം എങ്ങനെയാണ് നമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ ഇതാ സുഖസംഖ്യേന ജ്ഞാനസംഖ്യേന. കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിവ് നമ്മിൽ ഇങ്ങനെ ഒരു ബന്ധനം ഉണ്ടാക്കുന്ന, എനിക്ക് കുറച്ച് അറിയാം കാര്യങ്ങൾ, ഈ ചിലർക്കൊക്കെ സേവ ചെയ്യുക, നല്ല നല്ല പ്രവൃത്തികൾ പലതും ചെയ്യുക എന്നുള്ള ഒരു ബന്ധനമാണ്. അവർക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാനില്ലെങ്കിൽ വിഷമമാണ്. ഇന്നാരും വന്നില്ലല്ലോ എൻ്റെ അടുത്ത് യാചിക്കാൻ, എന്നെ ആർക്കും ഒന്നും വേണ്ടേ, എന്നെ ഇപ്പം ആർക്കും വേണ്ടേ എന്നൊക്കെ ഒരു വിഷമത്തിലാണ് അവർക്ക്. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തരെയും ആശ്രയിക്കുന്നത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ഓരോ പ്രകാരത്തിൽ ആശ്രയിച്ചിരിക്കും, സ്വാധീനിക്കുന്നത് എന്ന് പറയും. തമഃ തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഹേ ഭാരത. അല്ലയോ അർജുന, തമഃ തു, തമോ ഗുണമാകട്ടെ, അജ്ഞാനജം, അജ്ഞാനത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് ജനിച്ചതാണ്. സർവദേഹിനാം മോഹനം, അത് സകല ജീവികൾക്കും മോഹമുണ്ടാക്കുന്നതാണ്. ഇതും വേണ്ടേന്ന് ചോദിച്ചാൽ വേണേ. കാരണം രാത്രി ഈ അജ്ഞാനത്തിലാണല്ലോ പോയിട്ട് ഉറങ്ങുന്നത്, ഈ അജ്ഞാനത്തിലാണ് കഴിയുന്നത്. ഈ അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മോഹനം ഇതി, അത് മോഹം ഉണ്ടാക്കുന്നു എന്നറിയുക. അത് പ്രമാദാലസ്യ നിദ്രാഭിഹി, പ്രമാദം,
ആലസ്യം, നിദ്ര. ഇതുകൊണ്ട് നിബധ്നാതി, ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണങ്ങളും ഈ പ്രകാരത്തിലാണ് ഓരോരുത്തരെയും ബന്ധിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണം എന്തൊക്കെയാണ് ബന്ധനം എന്നൊക്കെ ഈ ഗീതയിൽ പറയുന്ന സമയത്ത് രക്ഷപ്പെടാൻ പറ്റാത്തത് എന്നൊന്നുമില്ല. നമ്മളെ കോർത്തിരിക്കുന്നു, കെട്ടിയിരിക്കുന്നു. ഈ കെട്ടിൽ നിന്നൊക്കെ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ പുറത്തു കടക്കണം, അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ പറഞ്ഞു തരികയാണ്. അപ്പൊ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പൊ സത്വഗുണം എങ്ങനെയാണ് നമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ ഇതാ സുഖസങ്കേന ജ്ഞാനസങ്കേന. കുറച്ച് അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിവ് നമ്മിൽ ഇങ്ങനെയൊരു ബന്ധനം ഉണ്ടാക്കുന്ന, എനിക്ക് കുറച്ച് അറിയാം കാര്യങ്ങൾ, ഈ ചിലർക്കൊക്കെ സേവ ചെയ്യുക, നല്ല നല്ല പ്രവൃത്തികൾ പലതും ചെയ്യുക എന്നുള്ള ഒരു ബന്ധനമാണ്. അവർക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കാനില്ലെങ്കിൽ വിഷമമാണ്. ഇന്നാരും വന്നില്ലല്ലോ എൻ്റെ അടുത്ത് യാചിക്കാൻ, എന്നെ ആർക്കും ഒന്നും വേണ്ടേ, എന്നെ ഇപ്പം ആർക്കും വേണ്ടേ എന്നൊക്കെ ഒരു വിഷമത്തിലാണ് അവർക്ക്. ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാവരും എന്താ എൻ്റെ അടുത്ത് വരുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഓരോരുത്തരെയും ആശ്രയിക്കുന്നത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ഓരോ പ്രകാരത്തിൽ ആശ്രയിച്ചിരിക്കും, സ്വാധീനിക്കുന്നത് എന്ന് പറയാം. ഒരാൾ കുറച്ചൊരു പ്രശസ്തയായ സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളെ സ്വാധീനിച്ച ബുക്സ് ഏതാണ്? അവർ പറഞ്ഞു, അച്ഛന്റെ ചെക്ക് ബുക്കും അമ്മയുടെ ബുക്സ് ബുക്കും. അങ്ങനെ 2 പുസ്തകങ്ങളാണ് എന്നെ സ്വാധീനിച്ച 2 ബുക്ക്. വേറെ ബുക്സ് ഒന്നുമായിട്ട് അവർക്ക് ഒരു പരിചയമില്ല. നമ്മളെ സ്വാധീനിക്കും ഇത്. ഏതാണ്? ഈ ഗുണങ്ങൾ. അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇനി അതിനെക്കുറിച്ചാണ് പറയാം. തമോ ഗുണത്തിന്റെ ഒരു ശതമാന കണക്കൊക്കെ സ്വാമിജി പറയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് തമോ ഗുണം ഈ പറഞ്ഞല്ലോ, ഈ ബന്ധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്. പ്രമാദം, ആലസ്യം, നിദ്ര വേണ്ടേ? വേണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒരു മിതമായിരിക്കണം എന്ന്. ഇത് ആയുർവേദം അറിയുന്നവർക്കറിയാം. വാദം, പിത്തം, കഫം, ഇതിന്റെ ഏറ്റക്കുറച്ചിലാണ് ഈ ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ കാരണം. ഇത് സമത്വത്തെ പ്രാപിച്ചാലോ സുഖം, അല്ലേ? ഇത് ഏതെങ്കിലും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. ഇത് 3ഉം തുല്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ 3 ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിലോ അതും പ്രശ്നമാണ്. 3ഉം വേണം എന്നാണ് ആയുർവേദത്തിൽ അവർ പറയും. 3ഉം വേണം. അതെങ്ങനെ വേണം എന്നൊക്കെ അവർ പറഞ്ഞു തരും. ആരെങ്കിലും ആയുർവേദ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അതിനെക്കുറിച്ച്. ആയുർവേദത്തിലെ വാദപിത്ത കഫമായിട്ട് ഇതിന് ബന്ധമില്ലേ? അത് ബന്ധമില്ല എന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എഴുതി വെക്കുന്നത് കൊണ്ട് പറഞ്ഞതാ. ഇത് അതുമായിട്ട് ബന്ധമില്ല. ഇത് 3ന്റെയും എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ളതിനെ സാമാന്യമായിട്ട് പറഞ്ഞ് ഭഗവാൻ ഇനി തുടങ്ങാൻ പോവാ. നോക്കാം. സത്വം സുഖേ സഞ്ചയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. സഞ്ചയതി ചേർക്കുന്നു, ചേരുന്നു. തമ തു ജ്ഞാനം ആവൃത്യ. എന്നാൽ തമോ ഗുണമാവട്ടെ ജ്ഞാനത്തെ ആവൃത്യ മറച്ചിട്ട്, ആ സദ്വസ്തുവിനെ മറച്ചിട്ട് പ്രമാദേ ഉദ പ്രമാദത്തിലും സഞ്ചയതി ചേർക്കുന്നു. എങ്ങനെയാണ് ഈ ഗുണങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നാണെങ്കിൽ, സത്വം സുഖേ സത്വം സുഖത്തിലും, രജഃ കർമ്മണി രജസ് കർമ്മത്തിലും സഞ്ചയതി അത് ചേർക്കുന്നു. തമഹ തമോ ഗുണമാകട്ടെ തമഹ തു ജ്ഞാനമാവൃത്യ പ്രമാദേ ഉദ സഞ്ചയതി പ്രമാദത്തിലും ചേർക്കുന്നു. അപ്പൊ ഈ പ്രമാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയത്നേ കർത്തവ്യേ കാര്യേ വിസ്മൃതി പ്രമാദേ. എന്താണ് സ്വാമി? പ്രയത്നേ കർത്തവ്യേ കാര്യേ വിസ്മൃതി പ്രമാദ. അതെന്താണ് പ്രമാദം എന്ന് പറഞ്ഞാൽ? തെറ്റായ പെരുമാറ്റം. ഒരു വിധം ഇരിക്കുന്ന സമയത്ത് അതിനെ മറ്റൊരു വിധമായിട്ട് മനസ്സിലാക്കുക, മറ്റൊരു വിധത്തിൽ ചെയ്യുക. ഇതൊക്കെയാണ് ധരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമാദം.
വെറും കിടന്നുറങ്ങല് എന്നല്ല. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക. ഇതൊക്കെ പ്രമാദത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ പ്രമാദം ഉണ്ടാക്കുന്നു. ജ്ഞാനത്തെ മറയ്ക്കുന്നു തമസ്, പ്രമാദത്തെ ഉണ്ടാക്കി തരുന്നു. അപ്പൊ ധ്യാനത്തിൽ പ്രമാദം സംഭവിക്കും. ധ്യാനത്തിൽ നിദ്രയിലേക്ക് പോകും. എന്നിട്ട് ധ്യാനം ഇതാണ് എന്ന് കരുതും. അത് പ്രമാദമാണ്. തുടർന്ന് രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജഃ സത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. രജഃ തമഃ ച അഭിഭൂയ സത്വം ഭവതി ഭാരത രജഃ സത്വം തമഃ ച ഏവ തമഃ സത്വം രജഃ തഥാ. ഹേ ഭാരത, അല്ലയോ അർജുന, രജഃ തമഃ ച അഭിഭൂയ, രജഃ രജോ ഗുണത്തെയും തമഃ തമോ ഗുണത്തെയും ച എന്ന് പറഞ്ഞ ഗുണത്തെയും എന്നാണ്. അഭിഭൂയ, അഭിഭൂയ എന്ന് പറഞ്ഞാൽ കീഴടക്കിയിട്ട്, സത്വം ഭവതി സത്വഗുണം പ്രത്യക്ഷമാകുന്നു. എന്നിട്ടോ സത്വം തമ ച സത്വഗുണത്തെയും തമോ ഗുണത്തെയും അഭിഭൂയ കീഴടക്കിയിട്ട് രജഃ ഭവതി രജോ ഗുണം പ്രത്യക്ഷപ്പെടുന്നു. അതാ അതുപോലെ തന്നെ സത്വം രജ അഭിഭൂയ സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴടക്കിയിട്ട് തമഹ ഭവതി തമോ ഗുണം പ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ രജോ ഗുണവും തമോ ഗുണവും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഓരോരോ ഗുണങ്ങളെ കീഴടക്കിക്കൊണ്ട് മറ്റേ ഗുണം അധികരിച്ച് അങ്ങനെ നിൽക്കും, മുന്നിട്ടിങ്ങനെ നിൽക്കും എന്ന് പറയുക. ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നിനെ കീഴടക്കിക്കൊണ്ട് മറ്റൊന്ന് മുൻപിട്ട് നിൽക്കുക എന്ന് പറയുക. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ് നമ്മൾ ഏത് ഗുണത്തിലാണ് നിലകൊള്ളുന്നത് എന്ന്. ഇത് പ്രകൃതിയിൽ ഈ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയും. രാവിലെ സത്വഗുണമാണെന്ന് പറയും, ഉച്ചയ്ക്ക് രജോ ഗുണമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഒരു സമയം, രാത്രിയായി കഴിഞ്ഞാൽ തമോ ഗുണമാണെന്ന് പറയും. അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രകൃതിയിലെ ജീവജാലങ്ങളും അത്തരത്തിലുള്ള ആ ഗുണത്തിന്റെ സ്വാധീനം, പ്രകൃതിയുടെ ഗുണസ്വാധീനം ജീവജാലങ്ങളെയും സ്വാധീനിക്കണം. എന്നിട്ട് അവരും അത്തരത്തിലാകുന്നു. സൂര്യൻ എല്ലാം ഉദിച്ച് അതിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാകുന്ന സമയത്ത് നമുക്കും ആ ഒരു ഊർജ്ജസ്വലത വേണം. രാവിലെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്, അതുകൊണ്ടാണ് ആ ഉദയത്തിന് തൊട്ട് മുൻപ് ബ്രാഹ്മമുഹൂർത്തമായിട്ട് പറയുന്നത്. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സ്വാമി വേറൊരു തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വേദാധ്യായനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് അതൊരു ധ്യാനത്തിനുള്ള സത്വഗുണത്തിന്റെ മുഹൂർത്തമാണ്. ഉദിച്ച് ഉദയം കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണമാണ്, അതായത് പ്രവൃത്തിയുടെ ഗുണം. പിന്നെ അതിന്റെ വിശ്രമം. ഇതെല്ലാം എല്ലാറ്റിലും കാണാമെന്ന് പറയാം. എല്ലാറ്റിലും ഉണ്ട്. പ്രകൃതിയിലെല്ലാം ഇതിന്റെ ഒരു സമ്മേളനം നടക്കുന്നു. ഇതാണ് നമ്മൾ. അതറിയണം. ഇതറിയാതെ ഇങ്ങനെ വെറുതെ ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. ഇങ്ങനെ ഇതെന്താണ് ഇതെന്താണെന്നൊക്കെ അറിയാനാ കുറെ താല്പര്യം. ഭഗവാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാനാണ്. സർവ്വത പ്രാണിപാദം തത് ഇല്ലേ? എല്ലാ കൈകളും എല്ലാ കാലുകളും എല്ലാ കണ്ണുകളും എല്ലാം ഞാനാണെന്ന്. ജീവശാസ്ത്രം ക്ലാസ്സിൽ ടീച്ചർ ഓരോരോ പല ഈ ജീവികളുടെ കാല് അങ്ങനെ എടുത്തു വെച്ചിട്ട് കുട്ടികളോട് ചോദിക്കുക, ഇതെന്തിന്റെ കാലാണ് എന്നൊക്കെ. ഓരോന്നും ഒരു പാറ്റയുടേതുണ്ട്, കൊതുകിൻ്റെതുണ്ട്, പലതുമുണ്ട്. ഓരോ ചെറിയ പീസാണ്. ഇതിങ്ങനെ ബോറടിച്ചിട്ട് ഒരു പയ്യൻ ക്ലാസ് ഒന്നും പുറത്തിറങ്ങി പോവാ. അപ്പൊ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പോകുന്നത്, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ കാല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പറഞ്ഞോളാൻ പറഞ്ഞു. ഇതിൽ ഓരോ കാല് കാണിച്ചിട്ട് പേര് പറയാനാ കുട്ടികളോട് പറയുന്നത്. അവന് അത്ര എന്താ പറയുക, സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു.
സ്വാമി ഇത് പറയുന്നത് നമ്മുടെ ഈ രീതി, പഠന രീതി അങ്ങനെയായിപ്പോയി. അതുകൊണ്ട് ഇതിനൊന്ന് മാറ്റേണ്ടതുണ്ട്. ഇത് എന്തൊരു സുഖാണെന്നറിയോ ഇത് കേൾക്കുമ്പോൾ, അല്ലേ? അതുകൊണ്ട് അറിയൂ. അപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? തമോ ഗുണം അധികരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു, എടാ പോയിട്ട് മുഖം കഴുകുക, കുളിക്കും, പോയിട്ട് ഒരു കട്ടൻ കാപ്പിയും കൂടെ കൊടുത്തു, അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കണ്ണിൽ എണ്ണ തേച്ചു, അങ്ങനെയൊക്കെ ചെയ്തു കളയും ചിലപ്പോൾ അമ്മമാര്. കണ്ണിൽ ഇപ്പൊ അത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു. കണ്ണിൽ എന്തോ ഒരു ഓയിൻമെന്റ് ഉണ്ട്, ഒരു സ്പ്രേ ഉണ്ട്, അത്ര അത് അടിക്കുക, അല്ലെങ്കിൽ ഓയിൻമെന്റ് തേക്കുക. അത് കണ്ണിങ്ങനെ ഇങ്ങനെ നിൽക്കും, ഉറങ്ങില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും ഇങ്ങനെ നിന്നാ മതി ഇങ്ങനെ. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഏത് ഗുണമാണ് അധികരിച്ചു നിൽക്കുന്നത്, ഏത് ഗുണമാണ് ഇവനെ സ്വാധീനിച്ചത്, ഏത് ഗുണത്തിൽ നിൽക്കുമ്പം ഏതിനെ സ്വീകരിക്കണം, ഏതിനെ സ്വീകരിക്കേണ്ട, ഇതൊക്കെ അറിയണം. അറിയാൻ സഹായമാണ്. എല്ലാ സമയവും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലല്ല. മകൻ, അച്ഛൻ ദിവസവും ഇങ്ങനെ കുട്ടിയായിട്ട് പോവും. വൈകുന്നേരം പാർക്കിൽ ഇങ്ങനെ കണ്ടു. ബോംബെയാണ് സ്ഥലം. അപ്പൊ പിറ്റേ ദിവസം സ്ഥലം മാറി പോവുക. അപ്പൊ അവര് ദിവസവും അവിടെ ഒരു ശിവജി പാർക്കുണ്ട്, ശിവജി പാർക്കിലാ പോവുക. അപ്പൊ അവിടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്, ശിവജി അങ്ങനെ കുതിരപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ ആ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ, മോനെ നാളെ നമ്മൾ പോവുകയാണ്, അപ്പൊ ഇന്നും കൂടെ ഉള്ളൂ നമ്മളിവിടെ വരുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛനോട് ഇവൻ ചോദിച്ചു, അച്ഛാ ആരാണ് ഇതാരാണെന്ന് ചോദിച്ചു. അപ്പം അച്ഛന് സന്തോഷായി. ഏതായാലും ഈ എന്താ പറയുക, ഇവൻ ശിവജിയെക്കുറിച്ച് ചോദിച്ചുവല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ ഗംഭീരായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവൻ ചോദിച്ചു, അച്ഛാ ആ പാവം ശിവജിയുടെ പുറത്ത് കയറിയിരിക്കുന്നത് ആരാണ്? ശിവജിയുടെ പുറത്ത് കയറി. അപ്പൊ അവനെ സ്വാധീനിച്ച ശിവജി കുതിരയാണ്. അവൻ ചോദിച്ചത് അച്ഛനോട് അതാണ്, ഇതെന്താരാണെന്ന് ചോദിച്ചു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണത്തിന്റെ സ്വീകരണമാണെന്നാ. ഇങ്ങനെ എന്താ പറയാ, ഓരോ പ്രകാരത്തില് ഈ ഗുണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഈ ഗുണത്തിനനുസരിച്ച് വേണം കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ. ഇതറിഞ്ഞ വലിയൊരു എന്താ ജീവിതത്തെ ധന്യമാക്കാൻ പോകുന്നതായത്. ഉറങ്ങാൻ ഒരാൾക്ക് ഉറങ്ങേണ്ട അതിന്റെ ലക്ഷണങ്ങളൊക്കെ, കോട്ടുവായൊക്കെ നിങ്ങളെല്ലാവരും കോട്ടുവായിട്ട് അപ്പ സ്വാമി നിർത്തും, ഇല്ലേ? ഇപ്പൊ യജ്ഞം സ്വാമി തുടങ്ങുന്നിരിക്കട്ടെ. എങ്ങനെയാ തുടങ്ങുന്നത്? ശാന്തി മന്ത്രത്തിന് പകരം അപ്പൊ ഇന്നലെയൊക്കെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ എങ്ങനെ ഉണ്ടാവും? ഒരാളെ ആ ഗുണത്തിലേക്ക് കൊണ്ടുപോകാനും, ഏത് ഗുണം സ്വാധീനിച്ചിട്ടുണ്ട്, ആ ഗുണത്തെ ഒന്ന് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ താൽക്കാലികമായിട്ട് എന്ത് എടുക്കണം. അതുകൊണ്ട് കുട്ടികൾ ഇപ്പം നിങ്ങൾക്ക് ഗീത കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ഈ ഗുണത്രയ വിഭാഗ യോഗം സ്വാമി ഞങ്ങൾ പഠിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടം എന്നാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ മറ്റു പലരും ഉണ്ടല്ലോ, ഓരോരുത്തരെയും ഗുണം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്, ഏത് ഗുണത്തിലാണ്. അപ്പൊ ചിലപ്പം ഒരു യാത്ര കഴിഞ്ഞ് വന്ന കുട്ടിയായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് ഈ കുറച്ച് വിശ്രമം ആവശ്യമാണ്. അപ്പൊ ആ വിശ്രമം ആവശ്യമാണെങ്കിൽ ആ വിശ്രമിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക. ഇപ്പൊ കുറെ നേരം പഠിക്കുന്ന കുട്ടികളെ കുറച്ചൊന്ന് പഠിപ്പ് നിർത്തിയിട്ട് 1 മണിക്കൂർ പോനെ കിടന്നുറങ്ങിക്കോളാൻ പറയും. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ. 1 മണിക്കൂർ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് മെല്ലെ പോയിട്ടൊക്കെ ഒന്ന് വിളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനൊരു ഉത്സാഹം കിട്ടും. ആ വിശ്രമം ആവശ്യമാണ്. ഇത് നമ്മളിങ്ങനെ സമയം നോക്കിയാൽ കുറച്ച് തമസ്സിലേക്ക്, തമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്രമത്തിനായിട്ട് ഊർജം, ഇന്ദ്രിയങ്ങൾ വീണ്ടും ഊർജ്ജസ്വലമാകാൻ അതിന്റെ വിശ്രമം ആവശ്യമാണ്.
ചില സമയത്ത് ആകെ തമസ് വന്നിട്ടായിരിക്കും. അപ്പൊ പഠിക്കാനൊന്നും പറയരുത്. അപ്പൊ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പഴങ്കഞ്ഞി എന്തെങ്കിലും കൊടുക്കുക, അതിനെ അധികരിപ്പിച്ച് അങ്ങോട്ട് വിട്ടയക്കുക. രജസായിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ അച്ചാറൊക്കെ കൊടുത്ത് അവനോട് പറയാം, എടാ ഈ വീടൊക്കെ ആകെ മാറാല പിടിച്ചിരിക്കുകയാണല്ലോ, ഒന്ന് അടിച്ചു വാരി തുടച്ചോളാൻ പറയാം. അപ്പൊ എല്ലാം ചെയ്തു തരും. ഈ ഗുണങ്ങൾ അറിയണം എന്ന് പറയാം. ഗുണങ്ങൾ സ്വാധീനിക്കുന്നതാണ് നമ്മെ. ആ ഗുണത്താലുള്ള സ്വാധീനം ഇന്ന പ്രകാരത്തിലാണ് ഓരോന്നിനെ കീഴടക്കി ഓരോന്നിനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തമസിനെ രജസിനെയും തമസിനെയും കീഴടക്കിയിട്ട് സത്വം മുകളിൽ വരുന്നു. അതുപോലെ സത്വത്തെയും രജസിനെയും കീഴടക്കി തമസ് വരുന്നു. അതുപോലെ മറ്റ് രണ്ട് ഗുണങ്ങളെയും കീഴടക്കിക്കൊണ്ട് ഓരോ ഗുണവും കയറി കയറി വന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറയുന്നു, സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത്തെ ജ്ഞാനം യഥാ തദാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുതാ. ഭഗവാൻ പറയുന്നു, സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർദ്ധം സത്വം ഇതി ഉദാ. എങ്ങനെയാണ് ഇവിടെ അറിവ് പ്രകടമാകുന്നത്, ജ്ഞാനം പ്രകടമാകുന്നത്? ഇതൊന്ന് വിസ്തരിക്കേണ്ടുന്ന ശ്ലോകമാണ്. ഇത് മൂന്നിനെയും ഒന്നുകൂടെ പറഞ്ഞ് ഈ ശ്ലോകത്തെ വിസ്തരിക്കേണ്ടതുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ശ്രദ്ധാപൂർവം കേൾക്കേണ്ടുന്ന ശ്ലോകങ്ങളാണ്. നമുക്ക് നാളെ കാണാം. 3 ഗുണങ്ങളെക്കുറിച്ച്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണത്താൽ പ്രഭാവിതമാണ് പ്രകൃതി. പ്രകൃതിയിൽ എല്ലാം തന്നെ ഒന്നൊഴിയാതെ ഈ ഗുണത്താൽ ആവൃതമാണ് എന്ന് പറയാം. എല്ലാം ഈ ഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് ഭഗവാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, 3-ാം അധ്യായത്തിലും 4-ലും ഒക്കെ. വീണ്ടും എങ്ങനെയാണ് ഈ ഗുണങ്ങൾ നമ്മിൽ ആവേശിക്കുന്നത്, ആ ഗുണത്തിന്റെ സ്വാധീനത്താൽ നാം എങ്ങനെ കർമ്മം ചെയ്യുന്നു, ഇത് അറിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അറിവാണ് ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളത്. എല്ലാറ്റിനെ കുറിച്ചും അറിയാം. അല്ലാതെ വേറെ യാതൊരു മോചിതരാകാൻ വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന് പറയാം. ഈ അറിവിലേക്ക് ഉണരുക. ഈ ഒരു അറിവ് നമ്മളെ എന്താണ് ഈ അറിവ് കൊണ്ടുള്ള ഗുണം? ചിലരൊക്കെ ചോദിക്കുന്നത് അതാണ്. അതായത് ഈ അറിവിലൂടെ നാം വസ്തുലോകത്തിൽ നിന്ന് ആത്മാവിന്റെ ലോകത്തിലേക്ക് നമ്മൾ ഉയരുന്നു. നമ്മൾ ഉയരുന്നു എന്ന് പറയും. എങ്ങോട്ടായി ഉയരുന്നത്? വസ്തുലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക്. ആ ആത്മലോകത്തില് അവിടെ മരണമില്ല എന്ന് പറയാം. മറ്റുള്ളതെല്ലാം മരണമാണ്. എന്തൊക്കെ നാം നേടുന്നുവോ ആ നേടിയതെല്ലാം മരണം അപഹരിക്കുന്നതാണ്, ഒന്നൊഴിയാതെ. ഒരു വസ്തുവും മരണത്തിന്റെ പിടിയിൽ പെടാത്തതായിട്ടില്ല. അതുകൊണ്ട് ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ്, എന്താ രഹസ്യം? ഈ വസ്തുലോകം എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് ആത്മാവിന്റെ ലോകം, ആത്മലോകം ആരംഭിക്കുന്നത്. ആ ലോകത്തിലേക്ക് വീണു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല എന്ന് പറയാം. അതുകൊണ്ട് നാം അറിയാം എന്തൊക്കെയാണ് നമ്മെ ബാധിച്ചിരിക്കുന്നത്. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ, പ്രകൃതി ഏതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അല്ലാതെ വെറുതെ ഈ വിധി, പഴി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ടിപ്പോ എന്താ? ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് ഗീത പഠിക്കുന്ന ഒരാൾക്ക് പഴയ ജന്മത്തെക്കുറിച്ചോ ഇനിയുള്ള ജന്മത്തെക്കുറിച്ചോ ഒന്നും അധികം ചിന്തിക്കേണ്ട എന്ന് പറയാം. എന്തോ ആവട്ടെ, ഇപ്പൊ ഉണ്ടല്ലോ കയ്യിൽ, ഇപ്പൊ ഉള്ളതിനെ എങ്ങനെ ശുദ്ധമാക്കാം. പഴയതൊക്കെ ഈ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ? സത്യം പറഞ്ഞാൽ ഈ പഴയ കാര്യവും അതും ഇതുമൊക്കെ പറയുന്നത് രക്ഷപ്പെടാൻ ഈ ഒട്ടും പരിശ്രമിക്കാത്തവരാണ്. പരിശ്രമിക്കാൻ തീരെ കഴിയാത്ത സമയത്താണ് ഇതെന്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരാണ് പരിശ്രമിക്കാൻ വലിയ മടിയാ. എന്നിട്ട് അവര് അതിനായിട്ട് ഓരോ കാരണം കണ്ടെത്തും. എന്റെ വിധിയാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
അതൊന്നും ഗീത അംഗീകരിക്കുന്നില്ല എന്ന് പറയാം. 3 ഗുണങ്ങളെ, ആ ഗുണങ്ങളെ അറിയുക. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, നീ എന്ത് വേണം? സർവദ്വാരേഷു ദേഹേ അസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യ വിവർദ്ധം സത്വം ഇതി ഉദാ. അസ്മിൻ ദേഹേ സർവദ്വാരേഷു, അസ്മിൻ ദേഹേ, ഈ ദേഹത്തിലെ സർവദ്വാരേഷു, എല്ലാ ദ്വാരങ്ങളിലും, എല്ലാ ദ്വാരങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയ ദ്വാരങ്ങളിലും, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതെല്ലാം ദ്വാരങ്ങളാണ് എന്ന് പറയാം. ദ്വാരം എന്ന് പറഞ്ഞാൽ ത്വക്, ചക്ഷു, ശ്രോത്ര, ജിഹ്വ, ഘ്രാണേഷു, ഇതിനാണ് സർവദ്വാരേഷു എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ത്വക്, ചക്ഷു, ശ്രോത്ര, ജിഹ്വ, ഘ്രാണേഷു. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ദ്വാരങ്ങളാണ്. സർവദ്വാരേഷു ജ്ഞാനം പ്രകാശ, ജ്ഞാനമാകുന്ന പ്രകാശം യഥാ ഉപജായതേ, എപ്പോൾ ഉണ്ടാകുന്നുവോ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്, നാനാ ഛിദ്രഘടോദരസ്ഥിതമഃ ദീപപ്രഭാ ഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ. ഉള്ളിലൊരു ചിരാത് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രകാശം, ആത്മപ്രകാശമാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇവിടെ പറയുന്നു, യഥാ ഉപജായതേ, എപ്പോൾ ഉണ്ടാകുന്നുവോ, തഥാ, ആ സമയത്ത് സത്വം വിവർദ്ധം, സത്വഗുണം വിവർദ്ധമാണ്, വർദ്ധിക്കുന്നു. ഇതി ഉദവിദ്യ, എന്നും നീ അറിയേണ്ടതുണ്ട്. അപ്പൊ സത്വഗുണം എപ്രകാരം വർദ്ധിക്കുന്നു, എപ്പോഴാണ് സത്വഗുണം നമ്മിൽ ഉയർന്നു വരുന്നത്, ഈ വിദ്യയെ അറിയാൻ പറയാം. അപ്പൊ നമ്മൾ അനുവദിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ കംസന്റെ കാരാഗൃഹം അല്ലേ? അത് ഭഗവാന്റെ അവതാരത്തില് ഭഗവാൻ അവതരിച്ചതോടുകൂടി ആ പൂട്ടുകളൊക്കെ തുറക്കപ്പെടുകയായിരുന്നു. പൂട്ടുകളെ കുറിച്ച് പറയുന്നത് 2 വിധത്തിൽ പൂട്ടുണ്ട് എന്നാ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 2 വിധത്തിലുള്ള പൂട്ടുകൾ? അല്ല സ്വാമി, കുറെ പൂട്ടുകളുണ്ട്, ഞങ്ങൾ പല പൂട്ട് ആളുകളെ പൂട്ടാറുണ്ട്. പൂട്ടില്ല അതല്ലേ? ആ പൂട്ടല്ല, ഈ കത്രിപ്പൂട്ട് എന്നൊക്കെ പറഞ്ഞ് പല പൂട്ടുണ്ട്. ഒന്ന് പുറത്തുനിന്ന് പൂട്ടുന്നത്, ഒന്ന് എവിടുന്നാ പൂട്ട്? പുറത്തുനിന്ന്. ഒന്ന് അകത്തുനിന്ന്. കാരാഗൃഹത്തിലെ പൂട്ട് പുറത്തുനിന്നായിരുന്നു എന്ന് പറയാം. പുറത്തുനിന്ന് ഉള്ള പൂട്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പൊളിക്കാമെന്ന് പറയാം. അകത്തെ പൂട്ട് ആരാണ്? പുറത്തെ പൂട്ട് തുറക്കേണ്ടത് നമ്മളല്ല. പുറത്തെ പൂട്ട് തുറക്കേണ്ടത്, നമ്മളെ ഒരു മുറിക്ക് അകത്തിട്ടിട്ട് ഒരാൾ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പൂട്ട് തുറക്കുക ആർക്കാ അത് സാധിക്കുക? പുറത്തുനിന്ന് ഒരാൾ വരണം. പക്ഷെ അകത്തുനിന്ന് പൂട്ടി താക്കോല് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇട്ടിരിക്കുകയാണെങ്കിലോ ഒരു രക്ഷയില്ല. അതെ, ഒരു രക്ഷയില്ല എന്ന് പറയാം. ഇതാണ് അവസ്ഥ. നമ്മൾ തന്നെ പൂട്ടി ചാവി നമ്മുടെ തന്നെ പോക്കറ്റിൽ ഇട്ടിട്ട് പറയാണ് എങ്ങനെയാ തുറക്കുക, എങ്ങനെയാ തുറക്കുക, പുറത്ത് വരാൻ പറ്റുന്നില്ലല്ലോ എന്നാ. അപ്പൊ അറിയണം ആരാണ് പൂട്ടിയിരിക്കുന്നത്, ആരെയാണ് പൂട്ടിയിരിക്കുന്നത്, എങ്ങനെയാണ് പൂട്ടിയിരിക്കുന്നത്. ഇവിടെ പറയണു ജ്ഞാനം പ്രകാശ, ഇങ്ങനെ ഒരു ജ്ഞാനം പ്രകാശിക്കുന്നുണ്ടോ അതുപോലും അറിയുന്നില്ലല്ലോ. പലരെ സംബന്ധിച്ചു അതുപോലും അറിയില്ല എന്നുള്ളതാ. ഭഗവാൻ ഇവിടെ പറയുന്നു സർവദ്വാരേഷു അസ്മിൻ ദേഹേ പ്രകാശ ഉപജായതേ. അവരെന്തൊരു നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് വിശകലനം ചെയ്താൽ അത്ഭുതപ്പെടില്ലേ? നമ്മുടെ ഈ ഇവിടെ കോക്ലിയ കാതിന്റെ ഉള്ളിലുള്ള അതിലൊരു ലിക്വിഡ് ഉണ്ട് എന്നല്ലേ പറയുന്നത് ഇല്ലേ? പേര് സ്വാമിക്ക് അറിയില്ല, നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പം, ഓർമ്മ വരുന്നില്ല, എന്തോ ഓർമ്മ ഉണ്ടായിരുന്നു. അതൊന്ന് താളം തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ബാലൻസിലാണ് അത്ര നമ്മൾ നടക്കുന്നത് തന്നെ അല്ലേ? അപ്പൊ ഒരു അല്പം ദ്രാവകത്തിന് സാധിക്കും നമ്മളെ അടിമേലെ മറിച്ചിട്ടാൻ. എന്ത് ഭംഗിയായിട്ടാണ് അതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പലതും ഇത്തരത്തിലുള്ള നമ്മുടെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ അഹങ്കാരവും അതും ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇത് നമുക്കൊരൊറ്റ ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയാ ഇതൊക്കെ അങ്ങോട്ട്
കൈക്കലാക്കണം എന്നുള്ളത്. എല്ലാം കൈക്കലാക്കാൻ ശ്രമം നടത്തിക്കോളൂ. ഒപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ ശ്രമത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഉദ്യമിക്കാം. നോക്കാം, ഇവിടെ ഭഗവാൻ അടുത്തത് പറയുന്നത് ഈ ഗുണങ്ങൾ നമ്മുടെ നമ്മെ സ്വാധീനിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഇതാണ് ഇന്നലകളിൽ ചർച്ച ചെയ്തത്. അതിനെ വിസ്തരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമഃ സ്പൃഹ രജസ്യേതാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ലോഭഃ പ്രവൃത്തി ആരംഭഃ കർമ്മണാം അശമഃ സ്പൃഹ രജസി ഏതാനി ജായന്തെ വിവൃദ്ധേ ഹേ ഭരതർഷഭ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതവംശ ശ്രേഷ്ഠ, രജസി വിവൃദ്ധേ, രജോഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് ലോഭ പ്രവൃത്തി. ലോഭം എന്ന് പറഞ്ഞാൽ മതിവരായികയാണ്, മതിവരാത്ത പ്രവൃത്തി. ഓടിയാത് കണ്ടിട്ടില്ല. രജസ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ചെയ്തുകൂടാത്തത് എന്നില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്. പിന്നെ അതങ്ങോട്ടൊരു ഓട്ടമാണ് ഇല്ലേ. ഈ ചാവി കൊടുത്ത പാവയുണ്ട്, മുഴുവനായിട്ട് മുറുക്കി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് കൊട്ടിക്കോളും എന്ന് പറയാം. അത് കഴിഞ്ഞ ഇതുപോലെയാണ്. രജസ് വന്നാൽ പിന്നെ ഒരുപാട് എന്തൊക്കെയാ വേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നവർ. വീട്ടിൽ വെള്ളം നിറച്ചു വെക്കണമെങ്കിൽ അത് ചെയ്യും. ടെറസിന്റെ മുകളിൽ കയറി വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കണമെങ്കിൽ അത് ചെയ്യും. അവിടുന്ന് ചാടി ഇറങ്ങും. കോണി വെച്ച് തരാന്ന് പറയും, വേണ്ടാന്ന് പറയും. കാരണം കോണിയിലൂടെ ഇറങ്ങാനുള്ള സമയമൊന്നുമില്ലേ, ചാടിയിട്ടാണ് ഇറങ്ങുക. അപ്പൊ രജസ് ഇങ്ങനെ അധികരിച്ച് നിൽക്കുക. അറിയാലോ, സ്വാമി അതിനെക്കുറിച്ച് വിസ്തരിക്കണം എന്ന് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പം രജസ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ ഒരു സാവകാശമില്ല. നമ്മുടെ കാൽവെപ്പുകൾക്ക് ഒരു സാവകാശമില്ല. എല്ലാം വളരെ ത്വരിതഗതിയില്ല. ചിലപ്പോൾ കാശ് കൊടുത്താൽ മേടിക്കാൻ മറന്നുപോകും. കൊടുക്കുന്നത് ഓർമ്മയുണ്ടാവും, തിരിച്ചു മേടിക്കില്ല. വിലപേശലൊന്നും രജസിലില്ല എന്ന് പറയാം. വിലപേശലൊക്കെ തമസിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക ഒരമ്മ. ഈ അമ്മ എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. എപ്പോഴും സ്വാമി ഞങ്ങളെയാണ് ഇങ്ങനെ പരിഹസിക്കാറെന്ന് പറയാം. അങ്ങനെയല്ല. എന്റെ 3 കുട്ടികളുമായിട്ട് അവരെങ്ങോട്ടോ യാത്ര പോവുക. ഇവിടെ ഈ എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ്. അപ്പൊ കുറെ ക്യൂ കൗണ്ടർ ഉണ്ടല്ലോ. ആദ്യം ഒരു കൗണ്ടറിൽ പോയി നിന്നു. അവരുടെ ഊഴെത്തിയ സമയത്ത് അവരെന്തോ ചോദിച്ചു. അപ്പൊ അവിടുന്ന് പോന്നു. പിന്നെ എന്റെ അടുത്ത കൗണ്ടറിൽ പോയി നിന്നു. അവിടുന്ന് എന്തോ ചോദിച്ചു. അവിടുന്ന് പോയി അടുത്ത കൗണ്ടറിൽ പോയി. അങ്ങനെ ഒരു 6 or 7 കൗണ്ടർ ഉണ്ട്. അവസാനം 7ാമത്തെ കൗണ്ടറിലും ചോദിച്ചു. എന്നിട്ട് കുട്ടികളെ വിളിച്ചു, മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കൊല്ലത്തേക്ക് എല്ലായിടത്തും ഒരേ വിലയാണ്, എന്നാ ഇവിടുന്ന് തന്നെ എടുക്കാം. എല്ലാ കൗണ്ടറിലും എന്താണ് ഒരേ വിലയാണ്, ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞു. ഇതാണ് സ്ഥിരം പോയി കഴിഞ്ഞാൽ. ചിലരുണ്ട് മാർക്കറ്റിൽ പോയി, ഇവിടെ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറി വരുമ്പോൾ തുടങ്ങും സഞ്ചി വെച്ചിട്ട് ആദ്യത്തെ അടുത്ത്. ഇവിടെ എത്രയാ തക്കാളിക്ക്? തൊട്ടപ്പുറത്ത് അങ്ങനെ പോകരുത് ഇല്ലേ. പിന്നെ ഓട്ടോറിക്ഷയുടെ കാശും ലാഭമാണ്, വീട് അവിടെ എത്തുന്നു പറയും. രജസിൽ അതൊന്നുമില്ല, അങ്ങനെ വിലപേശലൊന്നുമില്ല എന്ന് പറയും. കൊടുക്കുന്നത് ചിലപ്പോൾ കൊടുക്കില്ല, കൊടുത്ത അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ല. ഒക്കെ അധികരിച്ച് നിൽക്കുന്ന സമയത്ത് പറയുന്നു ഇവിടെ വിവൃദ്ധേ ലോഭ പ്രവൃത്തി. ലോഭമാണ് അവിടെ പ്രവൃത്തിയായിട്ട് ഇന്ദ്രിയ വ്യാപാരം എന്ന് പറയാം. കർമ്മങ്ങളുടെ ഫലത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളുടെ ആരംഭ തുടക്കം. അശമഹ എന്ന് പറഞ്ഞാൽ അടക്കമില്ലായ്മ. പറഞ്ഞുവല്ലോ, ഒരു ബ്രഷ് പേസ്റ്റ് തന്നെ തുറക്കുന്നത് അതിന് സാവകാശമില്ല, ഒരൊറ്റ ബിസ്കുമാണ്, ഒറ്റ ഞെക്ക് അതങ്ങോട്ട് ചാടും. സ്പൃഹ, ഒരുപാട് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. സ്പൃഹ,
ആള് അതായത് മനസ്സൊരിക്കലും നമ്മുടെ അത് ലോകം മുഴുവൻ അങ്ങനെ പരതും. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മനസ്സ് ചന്ദ്രനിലായിരിക്കും. ഇനി അങ്ങോട്ട് പോകാൻ ഒരു ഇടമില്ല. പേരും ചന്ദ്രനാണ്, മനസ്സും ചന്ദ്രൻ. ആ തീന്മേശയുടെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അടുത്തുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഭാര്യയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഉഗാണ്ടയിലെ ഓഫീസിലാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവട്ടെ, ഗുവാഹട്ടിയിൽ ചിലപ്പം ബ്രാഞ്ച് ഉണ്ടാവും. അവിടുത്തെ പ്രൊഡക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ അതൊക്കെ ആ ചിന്തയിലാണ് മനസ്സ്. ഒരിക്കലും മനസ്സെന്താണ് വർത്തമാനത്തിലിരിക്കുന്നില്ല. ഇന്ദ്രിയങ്ങള് ആ യാന്ത്രികത, യന്ത്രം കണക്കെ ചെയ്യും. രജസ് വന്നു കഴിഞ്ഞാൽ യന്ത്രമാണ്. ഈ ഒരു യാന്ത്രികതയെ തച്ചുടയ്ക്കേണ്ടതുണ്ട് എന്ന് പറയാം. ഈ അറിയാന്ന് പറഞ്ഞാൽ ഉടയ്ക്കലാണ്, അടിച്ചുടയ്ക്കണം. എന്നിട്ടോ ഒരു സ്വാഭാവികതയിലേക്ക് വരേണ്ടതുണ്ട്. ഇത് ഓടുകയാണ്. എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് അറിയില്ല. ഒന്ന് സാവകാശം പോയിക്കൂടെ എന്ന് വെച്ചാൽ പിന്നെ അല്ലേ, എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത്? പണിയെടുക്കാഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ? എന്നാ കഴിക്കുന്നതൊന്ന് കാണാമെന്ന് വിചാരിച്ചു ചെന്നു. അപ്പോഴോ കഴിക്കുന്നതും എങ്ങനെയാ? പതുക്കെ കഴിച്ചുകൂടെയെന്ന്. പിന്നെ പതുക്കെ കഴിച്ചാലേ പണിയെടുക്കണ്ടേ? വളരെ വേഗത്തില്. ഈ പറയാ, ഒരു യന്ത്രമല്ല നമ്മൾ എന്ന് പറയാം. നമുക്ക് എന്തുണ്ട്? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, വിചാരങ്ങളുണ്ട്. ഈ ലോകത്തെ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ അനുഭവിക്കാതെ പോകുന്നവർ. രജോഗുണം വന്ന് രജോഗുണത്തിന്റെ ആധിക്യത്തില് അശമഹ, സ്പൃഹ, ഏതാനി ജായന്തേ, ഏതാനി ഇതൊക്കെ ഉണ്ടാകുന്നു. ഈ രജോഗുണമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതുവരെ ഒരു സ്ഥലത്ത് ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടൊരു ഓട്ടമാണ്. എന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് സ്പീഡ് പോരാ. ആ ഓട്ടോറിക്ഷയ്ക്ക് ആരെങ്കിലും സൈഡ് തരുന്നില്ലെങ്കിൽ തലയിട്ട് നമ്മൾ നോക്കും. എന്താണ് തനിക്ക് ഒന്ന് ഒതുക്കി തന്നാൽ എന്ന മട്ടില് ഇല്ലേ? എവിടെയും പോരാന്ന് പറയാം. നമുക്ക് വേഗത പോരാ. എവിടെ നമ്മുടെ ക്യൂ തെറ്റിച്ച് വേറെ ആരെങ്കിലും നിന്നാൽ അപ്പൊ നമ്മൾ ബഹളം ഉണ്ടാക്കും. നമ്മളെല്ലാം തെറ്റിക്കും. കണ്ടിട്ടുണ്ടോ? ഈ രജോഗുണം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പിട്ടിച്ചാൽ കിട്ടില്ല എന്ന് പറയാം. ഭഗവാൻ പറയുന്നു, അശമ സ്പൃഹ ഏതാനി ജായന്തേ. ജീവിതമില്ല എന്ന് പറയാം. ജീവിതമില്ല. ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. അദ്ദേഹത്തിന്റെ പേര് GMP ഗോപാലൻ നായർ എന്നാണ്. എന്താ GMP എന്ന് പറഞ്ഞാൽ? ജീവിക്കാൻ മറന്നുപോയ ഗോപാലൻ നായർ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ പേരില്. ഒരു പേര്. അദ്ദേഹം ജീവിച്ചത് അങ്ങനെയാണത്രേ. ഒരു പുതിയ മുണ്ട് മേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു രീതിയുണ്ട് എന്നാ പറഞ്ഞത്. കോടിയഞ്ച് കേട്ടിട്ടില്ലേ? മറിച്ചഞ്ച്, പിന്നെന്താ കൊടഞ്ഞഞ്ച്, തിരിച്ചഞ്ച്, അങ്ങനെ കുറെ ഒരു അഞ്ചിന്റെ കണക്ക്. ആദ്യം കോടിയിലൊരു അഞ്ചത്ര, ആദ്യം അങ്ങനെയാ. പിന്നെ തിരിച്ചഞ്ച്, അതായത് മുകൾ ഭാഗം അടിയിലേക്കും അടിഭാഗം മുകളിലേക്കും, അങ്ങനെ ഒരു 5 ദിവസം. 5 പറഞ്ഞ 5 ദിവസം. പിന്നെ മറച്ചഞ്ച്, പിന്നെ അത് വീണ്ടും തിരിച്ചഞ്ച്. അപ്പോഴേക്കും അത് ഒരു വിധമാവും. ഇങ്ങനെയൊരു ജീവിതം ഇവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മളൊരു GMP ആവരുത് എന്ന് പറയാം. ജീവിക്കാൻ മറന്നുപോകരുത്. ഈ ഓട്ടത്തിൽ നമുക്കത് നഷ്ടപ്പെടും.